പ്രിയപ്പെട്ടവരെ, കവിത, പാഠം, സന്ദർഭം എന്ന ഒരു വിഷയമാണ് എനിക്കിന്നിവിടെ സംസാരിക്കാനായിട്ട് ഉള്ളത്. ഇതേ വിഷയത്തിൽ മറ്റ് പലരുടെയും പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള ചിലത് കേൾക്കാനിരിക്കുകയുമാണ്. അപ്പോൾ ആവർത്തന വിരസത ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ മുൻപ് നടന്ന പ്രഭാഷണങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അങ്ങനൊരു സംശയം, അങ്ങനെ ഉത്കണ്ഠ എനിക്കുണ്ട്. മാത്രമല്ല, ഒരു ഭാരമുള്ള വിഷയം എന്ന് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്ന ഒരു തലക്കെട്ട് അല്ലേ, പാഠം അല്ലെങ്കിൽ കവിത, പാഠം, സന്ദർഭം, ഇങ്ങനെ ഉള്ള ഒരു തലക്കെട്ടും ഒക്കെ ആകുമ്പോഴേക്കും അത് ഉച്ച കഴിഞ്ഞുള്ള സമയവും ഒക്കെ കൂടി ആകുമ്പോഴേക്കും അത് എങ്ങനെയാവും മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂർ സമയമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളതെങ്കിലും അത്രയൊക്കെ പറയാനുള്ള സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാനൊരു പ്രഭാഷകനല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയം, പ്രത്യേകിച്ച് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കാര്യങ്ങളിലൊന്നും അധികം സംസാരിക്കാറില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിഷയം എങ്ങനെ പറയും എന്ന ഉത്കണ്ഠയോടുകൂടി ആരംഭിക്കാമെന്ന് വിചാരിക്കും. ഈ ഒരു വിഷയം കേട്ടപ്പോഴേ സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് ഒരു കവിതയാണ്. ജോൺ ഹൊലാണ്ടർ എന്ന കവി എഴുതിയ ആദംസ് ടാസ്ക് എന്ന് പറയുന്ന കവിത. ആദംസ് ടാസ്ക് എന്നാണ് കവിതയുടെ പേര്. ആദിമ മനുഷ്യനായ ആദത്തിന് ചുറ്റും ഒരു വലിയ വസ്തുപ്രപഞ്ചമുണ്ട്. ആദിമ മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾക്ക് മുൻപ് ഭാഷയില്ല. അയാളുടെ ചുറ്റും ഈ കാണുന്ന വലിയ വസ്തുപ്രപഞ്ചം മുഴുവനുണ്ട് താനും. അപ്പോൾ ആ വസ്തുപ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും, അനേക കോടി വസ്തുക്കളിൽ ഓരോന്നിനും പേരിടേണ്ട ഒരു ബാധ്യത, അല്ലെങ്കിൽ പേരിടേണ്ട ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പേരിടുക എന്ന കർത്തവ്യം, അത് ഈ ആദമിൻ്റെ തലയിൽ വന്ന് പെടുകയാണ്. ഇത് വളരെ രസകരമായൊരു സന്ദർഭമാണ്. ഈ വസ്തുപ്രപഞ്ചത്തിൽ ഒന്നിനും നേരത്തെ ഒരു പേരുമില്ല. ആദ്യമായിട്ട് ഇവയ്ക്കെല്ലാം പേരിടേണ്ടി വരുന്ന അവസ്ഥ. ഒരു തരത്തിൽ പറഞ്ഞാൽ കവിയുടെ, അല്ലെങ്കിൽ ഏത് സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നവരുടെ, എന്തെങ്കിലും എഴുതുന്നവരുടെ ഒക്കെ പ്രതിനിധിയാണ് ഇതിലെ ആദം. നമ്മളാരും ആദിമ മനുഷ്യരല്ലെങ്കിലും നമുക്കും ഓരോ കാലത്തും നിർവഹിക്കാനുള്ളത്, ഭാഷയിലൂടെ നിർവഹിക്കാനുള്ളത് ഈ ഒരു സംഗതി തന്നെയാണെന്ന് തോന്നുകയാണ്. ചുറ്റുമുള്ള ഈ വസ്തുപ്രപഞ്ചം, ഈ വസ്തുപ്രപഞ്ചത്തെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ശബ്ദരൂപത്തിലേക്ക് പരാവർത്തനം ചെയ്യുകയും ആ ശബ്ദരൂപത്തിലൂടെ ഈ വസ്തുപ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുകയും ഈ വസ്തുപ്രപഞ്ചത്തിൽ ചില ക്രമങ്ങൾ കണ്ടെത്തുകയും ഈ വസ്തുപ്രപഞ്ചത്തിന് പരസ്പരം ബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഘടന നമ്മൾ ഭാഷയിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഭാഷയ്ക്ക് തീർച്ചയായിട്ടും ഈ നിയമങ്ങളുണ്ട്. ഭാഷയ്ക്ക് നിയമങ്ങളുള്ളതുപോലെ ഈ വസ്തുപ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നിയമങ്ങളില്ലതാനും. അപ്പോൾ ഇല്ലാത്തൊരു ക്രമം, ഇല്ലാത്ത ചില നിയമങ്ങൾ നമ്മൾ മറ്റൊരു ലോകത്തിൽ ആവിഷ്കരിക്കുകയാണ്. ഭാഷയുടേതായ ഒരു വിർച്വൽ ലോകത്തിലൂടെ, ഒരു അതീത ലോകത്തിലൂടെ, ഒരു മായിക ലോകത്തിലൂടെ ഈ വസ്തുപ്രപഞ്ചത്തിന് മേലെ മറ്റൊരു ലോകം അത് പണിതെടുക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് സന്ദർഭവും പാഠവും എന്ന് തോന്നുകയാണ്. ഒരു കവിത ഉണ്ടാവുന്ന സന്ദർഭം ഈ വസ്തുപ്രപഞ്ചത്തിൻ്റെയും അതേപോലെ തന്നെ ഈ വസ്തുപ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മറ്റ് സംഗതികളുടെയും സംഭവങ്ങളുടെയും, ഈവൻസ് എന്ന് പറയാവുന്ന രീതിയിൽ വസ്തുക്കളുണ്ട്, സംഭവങ്ങളുണ്ട്. ഈ വസ്തുക്കളുടെയും സംഭവങ്ങളുടെയും ഒരു ക്രമം
യഥാർത്ഥത്തിൽ അവയ്ക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു ക്രമം നമ്മൾ ഭാഷയിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ്, എഴുത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ്, സംസാരത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംഗതിയാണ് എല്ലാ കാലത്തും ഈ ഭാഷയും ഭാഷയിലുള്ള മറ്റ് വ്യവഹാരങ്ങളും, ഭാഷയിലൂടെ നമ്മൾ ചെയ്യുന്ന മറ്റ് വ്യവഹാരങ്ങളും, കഥ, കവിത, നോവൽ തുടങ്ങിയിട്ടുള്ള സാഹിത്യ സമ്പർക്കങ്ങളും ഒക്കെ അതിൽപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള വ്യവഹാരങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ വസ്തുക്കളുടെ ലോകത്തെ വ്യാഖ്യാനിക്കുകയോ ആഖ്യാനം ചെയ്യുകയോ ആണ് എന്ന് പറയേണ്ടി വരും. ഈ ഒരു ക്രമത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. വസ്തുക്കളുടെ ഈ ക്രമം അത് നമ്മൾ ഭാഷയിലൂടെ കണ്ടെത്തുക, ആ ലോകവും അതുപോലെ തന്നെ ഭാഷയുമായി പൊരുത്തക്കേടുകൾ അധികമില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാം. വെച്ചാൽ ഭാഷ എന്നത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ലോകത്ത് മറ്റെല്ലാത്തിനെയും പോലെ ഈ മനുഷ്യർ ജീവിക്കുന്നത് പോലെ, മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ, അവരോരോരുത്തരും അവരവരുടേതായ ജൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായിട്ടുണ്ടായി വന്ന ഭാഷ, ആ ഭാഷയ്ക്ക് അത്തരത്തിലുള്ളൊരു തുടർച്ച ഒക്കെ ഉണ്ടായതായി നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഒരു അതീത കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതായി നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് ഈ വസ്തുക്കളുടെ ക്രമത്തിൽ, ഈ സംഭവങ്ങളുടെ ക്രമത്തിൽ നേരിട്ട ഒരു വലിയ പിളർപ്പ്, ആ പിളർപ്പ് മുതലാണ് നമുക്ക് സാഹിത്യത്തെക്കുറിച്ച്, കലയെക്കുറിച്ച് ഒക്കെ കൂടുതൽ ആധിയോടുകൂടി ആലോചിക്കേണ്ടി വരുന്നതെന്ന് തോന്നുകയാണ്. ഒരു വലിയ പിളർപ്പുണ്ടാവുകയാണ്. ഈ വസ്തുക്കളുടെ ക്രമത്തിലൊരു പിളർപ്പുണ്ടാകുന്നു, ഈ സംഭവങ്ങളുടെ ക്രമത്തിലൊരു പിളർപ്പുണ്ടാകുന്നു. ആ പിളർപ്പിന് പൊതുവേ നമുക്കൊരു പേര് പറയാം, ആധുനികത. ആധുനികത എന്നുള്ള വാക്കായിരിക്കും അതിനേറ്റവും നല്ലത്. എന്നുവെച്ചാൽ ആധുനികത വരുമ്പോഴേക്കുമാണ് അതുവരെയുള്ള പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുതറി മാറൽ സംഭവിക്കുന്നത്. മനുഷ്യൻ അവിടെ നിന്ന് മാറുകയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് പെട്ടെന്ന് കുതറി മാറി താൻ മറ്റൊരു വ്യക്തിയായി, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ തന്നെ നിൽക്കുമ്പോഴും താൻ അതിൽ നിന്നും ഭിന്നനായ മറ്റൊരു വ്യക്തിയാണെന്ന് സ്വയം ഭാവിക്കുന്ന ഒരു ഘട്ടം ആണ് യഥാർത്ഥത്തിൽ ആധുനികതയോട് കൂടി ആരംഭിക്കുന്നത്. വ്യക്തി വളരെ പ്രധാനമായി തീരുകയാണ്, ബോധം വളരെ പ്രധാനമായി തീരുകയാണ്. മറ്റൊന്നിനെ ആശ്രയിച്ച്, ദൈവത്തെയും മറ്റൊക്കെ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു മനുഷ്യൻ പൂർണ്ണമായും അനാഥനായി അവനവനെ തന്നെ ആശ്രയിക്കുന്നൊരവസ്ഥ വരികയാണ്. ഒരേ സമയത്ത് പ്രപഞ്ചത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയും അതേ സമയത്ത് തന്നെ കേന്ദ്രീകരിക്കുകയും അതുവരെ കേന്ദ്രസ്ഥാനത്ത് നിന്നിരുന്ന ദൈവത്തെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുകയാണ്. തന്നെ കേന്ദ്രീകരിക്കുന്നു, അതോടൊപ്പം തന്നെ ദൈവത്തെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ദൈവത്തെ റീപ്ലേസ് ചെയ്ത് തന്നെ പ്രതിഷ്ഠിക്കുന്ന ആ സന്ദർഭത്തിൽ എന്നാൽ അവനവനുള്ള വിശ്വാസം അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വളരെ വലിയൊരു സംഘർഷത്തിൻ്റെ, വലിയൊരു ആധിയുടെ, വലിയൊരു ആന്തലിൻ്റെ ഒരു ഘട്ടമാണ് ഈ പറഞ്ഞ ആധുനികത നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. തീർച്ചയായിട്ടും വസ്തുക്കളുടെ ക്രമത്തിലും ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വലിയ പിളർപ്പ് ഉണ്ടാകുന്നൊരു ഘട്ടമാണത്. വി ആർ അറ്റ് ദ എഡ്ജ് ഓഫ് ആൻ എബിസ് എന്ന് റൂസോ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരത്തിൽ പറയുന്നതിനെക്കുറിച്ചാണ്. യൂറോപ്യൻ സമൂഹത്തെക്കുറിച്ച് പറയുകയാണ്, നമ്മൾ ഒരു വലിയ പടുകുഴിയുടെ വക്കിലാണ് എന്ന് പറയുകയാണ്. നമ്മളൊരു വലിയ പടുകുഴിയുടെ വക്കിലാണ്. ആധുനികതയെ ആദ്യമായി തിരിച്ചറിഞ്ഞ പണ്ഡിതൻ റൂസോ ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കാൽപ്പനികതയുടെ സൈദ്ധാന്തികൻ എന്നൊക്കെ പറയുമെങ്കിലും ആധുനികതയെ ആദ്യമായി തിരിച്ചറിഞ്ഞ, മോഡേണിസം എന്നുള്ള വാക്ക് റൂസോ ആണ് ആദ്യം പ്രയോഗിക്കുന്നത്. ബോധലെയർക്ക് മുമ്പേ റൂസോ ആണ് പ്രയോഗിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ബോധലെയറാണ് ആദ്യം ആധുനികത എന്നുള്ള വാക്ക് പ്രയോഗിച്ചതെന്ന് പറയാറുണ്ട്, മോഡേണിസം എന്നുള്ള വാക്ക് പ്രയോഗിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷേ ബോധലെയർക്ക് മുമ്പേ റൂസോ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ റൂസോ മോഡേണിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത്തരത്തിൽ അതിൻ്റെ ഒരു ആത്യന്തികമായ സംഘർഷം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വി ആർ അറ്റ് ദ എഡ്ജ് ഓഫ് ആൻ എബിസ് എന്ന് പറയുന്ന, നമ്മളൊരു പടുകുഴിയുടെ വക്കിലാണ് എന്ന് യൂറോപ്യൻ സമൂഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരവസ്ഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ന്യൂ എലോയിസ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിൽ അതിലെ സെയിൻ പ്ലക്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, നായകൻ്റെ പേരാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ കഥാപാത്രം നഗരജീവിതത്തെക്കുറിച്ച് പറയുന്നു എന്ന് കേട്ടു നോക്കുക, അത്ഭുതം തോന്നും. Everyone constantly places himself in contradiction with himself.
everything is absurd, but nothing is shocking because everyone is accustomed to everything. This is the world in which the good, the bad, the beautiful, the ugly, truth, virtue have only a local and limited existence. എന്നിങ്ങനെ ആ നോവലിൽ ഒരു കഥാപാത്രം പറയുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനികാനന്തര കാലത്തിന് പോലും യോജിക്കുന്ന ഒരു ചില വാചകങ്ങളാണ്. അങ്ങനെയാണ് അദ്ദേഹം അല്ലെങ്കിൽ റൂസോ, നമ്മൾ ആ കഥാപാത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് റൂസോ ഈ ലോകത്തെ, ഈ വലിയ പിളർപ്പിനെ, ഈ യൂറോപ്യൻ സമൂഹത്തിലുണ്ടായ ഈ ഒരു വലിയ പിളർപ്പിനെ, ആധുനികതയോടുകൂടി സംഭവിച്ച ഒരു പിളർപ്പിനെ, ആധുനികത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതായത് വിശ്വാസത്തിന് പകരം യുക്തി കടന്നു വരികയും വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് യുക്തി കടന്നു വരികയാണ്. മതത്തിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രം പ്രധാനമായി തീരുകയാണ്. വിശ്വാസത്തിന് പകരം യുക്തി കടന്നു വരുന്നു, മതത്തിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രം പ്രധാനമായി തീരുന്നു. മനുഷ്യാധ്വാനത്തിന് പകരം യന്ത്രങ്ങൾ കടന്നു വരികയാണ്. ഞാനതാ പറഞ്ഞ ക്രമത്തിലുണ്ടാകുന്ന വലിയ വ്യത്യാസം, ഈ ക്രമത്തിലുണ്ടാകുന്ന വലിയ ഷിഫ്റ്റ്. യന്ത്രങ്ങളുടെ മനുഷ്യാധ്വാനത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ട് അധ്വാനിപ്പിച്ചിരുന്നതിൻ്റെ സ്ഥാനത്ത് യന്ത്രങ്ങൾ കടന്നു വരികയാണ്. ഇങ്ങനെ ഉണ്ടാകുന്നൊരു വലിയ പിളർപ്പ്, ആ പിളർപ്പിനെ റൂസോ ഇങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത്. ഈ ഓരോരുത്തരും അവരവരോട് തന്നെ വൈരുദ്ധ്യം പുലർത്തുന്ന, ഓരോരുത്തരും അവരവരോട് തന്നെ വൈരുദ്ധ്യം പുലർത്തുന്ന ഒരു കാലം. അതുപോലെ എവരിതിങ് ഈസ് അബ്സേർഡ്, എല്ലാം അസംബന്ധമായി തീരുകയാണ്. ബട്ട് നത്തിങ് ഈസ് ഷോക്കിംഗ്. ഈ ചുറ്റും കാണുന്ന മുഴുവൻ അസംബന്ധമാണെങ്കിൽ പോലും അതൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല. ചുറ്റും കാണുന്നത് മുഴുവൻ അസംബന്ധമാണെങ്കിൽ പോലും അത് യാതൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല. കാരണം ബിക്കോസ് എവരിവൺ ഈസ് അക്കസ്റ്റംഡ് ടു എവറിത്തിങ്. എല്ലാവർക്കും എല്ലാം ശീലമായി കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാവർക്കും എല്ലാം പതിവായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആർക്കും യാതൊരു ഞെട്ടലും ഉണ്ടാകുന്നില്ല. വലിയ തരത്തിലുള്ള അസംബന്ധങ്ങൾ ചുറ്റുപാടും സംഭവിക്കുമ്പോൾ പോലും യാതൊരു ഞെട്ടലും ഉണ്ടാകുന്നില്ല. എല്ലാ അസംബന്ധങ്ങളും നമ്മളുടെ പതിവ് ശീലങ്ങൾ ആയി മാറിയിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു അസംബന്ധ കാലത്തെ റൂസോ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരവസ്ഥ, ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ കൗതുകത്തോടെ, അമ്പരപ്പോടെയാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. കാരണം ഇത്ര പണ്ട് ഈ സംഗതി പറയുമ്പോഴേക്ക് ഈ ആധുനികതയുടെ തുടക്കത്തിലുണ്ടാകുന്ന അതേ ഉത്കണ്ഠകൾക്ക്, അതേ സംഘർഷങ്ങൾക്ക്, അതേ ആധികൾക്ക്, അതേ അവസ്ഥകൾക്ക് വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനൊരു തോന്നൽ ആ സമയത്തുണ്ടായി. നമുക്ക് മലയാളത്തിലുണ്ട് ഇതേപോലെ തന്നെ ആധുനികതയെ ഇതേപോലെ തന്നെ തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കവി. നമുക്കറിയാം യുഗപരിവർത്തനം എന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി ചെയ്യുന്നത് ഇത് തന്നെയാണ്. വൈലോപ്പിള്ളി ഈ പറഞ്ഞ ഓരോ ഉപകരണവും അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആധുനികതയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ധാരണകളൊക്കെ നമ്മൾ സ്വരൂപിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ 80കളിലും 90കളിലും ഒക്കെയാണ്. 80കളിലും 90കളിലും ഒക്കെയാണ് നമ്മൾ ആധുനികതയെക്കുറിച്ച് ഇന്ന് കാണുന്ന തരത്തിലുള്ള ധാരണകൾ സ്വരൂപിക്കുന്നത്. അതിനു മുൻപ് നമ്മൾ KP അപ്പൻ്റെയും ആഷാ മേനോൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവരുടെ നിരൂപണം സാർവലൗകികമായ, സാർവകാലികമായ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന, കാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന, വിധ്വംസകമായ ഇമേജറികളെ കൊണ്ട് അസ്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ചില നിർവചനങ്ങളിൽ മാത്രമാണ് നമ്മൾ ആധുനികത എന്നുള്ളൊരു സംഗതിയെ തളച്ചിട്ടിരുന്നത്. പക്ഷേ നമുക്ക് 80കളിലും 90കളിലും വരുമ്പോഴേക്കുമാണ് ആധുനികത, അല്ലെങ്കിൽ മോഡേണിറ്റി, അല്ലെങ്കിൽ മോഡേണിറ്റിയും മോഡേണിസവും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മോഡേണിറ്റി എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അതിനോടുള്ള സാഹിത്യത്തിലും കലയിലും ഒക്കെയുള്ള പ്രതികരണത്തിന് നമ്മൾ പൊതുവെ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ചില പ്രത്യേക സംഘർഷങ്ങളെ മുൻനിർത്തിയുള്ള ആവിഷ്കാരത്തിനാണ് നമ്മൾ മോഡേണിസം എന്ന് പറയുക. അപ്പോൾ ഈ മോഡേണിസം എന്നൊരു സംഗതി ഒക്കെ നമ്മൾ 80കളിലും 90കളിലും ഒക്കെയാണ് അതിനെക്കുറിച്ചുള്ള ധാരണകൾ സമാഹരിക്കുന്നതെങ്കിലും ഈ വൈലോപ്പിള്ളി എത്രയോ കാലം മുമ്പാണ് യുഗപരിവർത്തനം എന്നുള്ള കവിത ഇൻറ്റ്യൂറ്റീവായിട്ട് അത് തിരിച്ചറിയുന്നു എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ കവിത തുടങ്ങുന്നത് തന്നെ ഉറങ്ങിക്കിടക്കുന്ന പാടങ്ങൾ, ഈ ഉറങ്ങിക്കിടക്കുന്ന പാടങ്ങൾ, ആ പാടം, ഈ പാടങ്ങളിൽ ഒരു കരയിൽ നിന്ന് പാടത്തിലൂടെ മറുകരയിലേക്ക് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ മറുകരയിൽ നിന്ന് വേറെ ചില ആൾക്കാർ എതിരെ വരികയാണ്. നടുക്ക് വരുന്ന ആൾക്കാർ ഈ പാടത്തിനിടയിൽ വെച്ച് കാണുകയാണ്. സംബന്ധം കഴിഞ്ഞ് വരുന്നവരാണ്, രാത്രിയിൽ സംബന്ധം കഴിഞ്ഞ് വെളുപ്പിന് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ തിരിച്ചു വരുന്ന ആൾക്കാർ തമ്മിൽ കണ്ട് കുശലം പറഞ്ഞ് അങ്ങ് കടന്നു പോകുന്നത്. അങ്ങനെ ആ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ആ സംബന്ധവുമൊക്കെ നിലനിന്നിരുന്ന ആ തൊട്ട് മുമ്പത്തെ കാലം അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു സൂചനയിലാണ് കവിത തുടങ്ങുന്നത്. പക്ഷേ തൊട്ട് പിന്നാലെ കവിത മാറുകയാണ്. കവിത മാറിയിട്ട് ട്രാക്ടർ കടന്നു വരുന്നു, വിദ്യുച്ഛക്തി കടന്നു വരുന്നു, ഈ പാടത്തേക്ക് വിദ്യുച്ഛക്തി വരുന്നു. അത് കൃഷി ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ട്രാക്ടർ കടന്നു വരുന്നു. യക്ഷികൾ അഭയാർത്ഥിനികളായി മാറി. ഈ വിദ്യുച്ഛക്തി വരുമ്പോഴേക്കും യക്ഷികളൊക്കെ അഭയാർത്ഥിനികളായി. കാരണം വെച്ചാൽ ലൈറ്റ് വന്നപ്പോഴേക്കും അവർക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല, അവർക്ക് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ
എന്താണ് പൂർണ്ണമായും യന്ത്രങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു കാലം വന്നു ചേരുകയാണ്. ആ കാലത്തെക്കുറിച്ച് വൈലോപ്പിള്ളി ഒരു ഷോക്കിംഗ് ആയ ഒരു ഇമേജിലൂടെയാണ് അത് അവതരിപ്പിക്കുന്നത്. നാടുവേരുകൾ പൊട്ടി ത്വരിതം ചലിക്കവേ, നാടുവേരുകൾ പൊട്ടി ത്വരിതം ചലിക്കവേ ചോടു തെറ്റിയ നില എന്ന് പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നാടിൻ്റെ വല്ലാത്തൊരു ഇമേജാണ്, അല്ലേ, വല്ലാത്തൊരു ഇതായിട്ട് തോന്നുകയാണ്. എന്നുവെച്ചാൽ നാടിങ്ങനെ അതിൻ്റെ വേരുകൾ മുഴുവൻ പൊട്ടിയിട്ട് പെട്ടെന്ന് അതുവരെ നിന്നിരുന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മുന്നിലേക്ക് മാറുകയാണ്. ആ മുന്നിലേക്ക് വളരെ തിടുക്കത്തിൽ അങ്ങ് കുതിക്കുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ചുവട് തെറ്റുകയാണ്. ഈ ഒരു സംഘർഷം ആധുനികതയുടേതായി വൈലോപ്പിള്ളി തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബാക്കിയായിട്ട് അദ്ദേഹം വൈലോപ്പിള്ളി തുടരുന്നത് ഇങ്ങനെയാണ്: ക്ഷമ ദുർബലതയായി, നിയമം ചതിയായി, സമയം ധനമായിട്ടന്നം ഈശ്വരനായി, പ്രേമമൊരുമിനീരായി കാണുവോർ, കായിൻ പേരിൽ പൂമതിക്കുവോർ, ഒന്നും പുണ്യമായി എണ്ണിയിടാത്തോർ എന്ന് വൈലോപ്പിള്ളി പറയുകയാണ്. ഒരു തരത്തിൽ നേരത്തെ റൂസോ ആധുനികതയുടെ ഘടകങ്ങളായി തിരിച്ചറിഞ്ഞ സംഗതികൾ തന്നെയാണ് ഇവിടെ വൈലോപ്പിള്ളിയും പറയുന്നതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റൂസോയുടെ അനുകരണമാണ് വൈലോപ്പിള്ളി എന്നല്ല ഞാൻ പറഞ്ഞത്. റൂസോ ആധുനികതയുടെ ആ ഒരു നമ്മൾ ആ പടുകുഴിയുടെ വക്കിലാണെന്ന് റൂസോ പറയുന്നുണ്ടല്ലോ. അതേ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ആധുനികതയുടെ കടന്നുവരവോടുകൂടി ഈ പടുകുഴിയുടെ വക്കിലാണ് തങ്ങൾ അല്ലെങ്കിൽ നമ്മളും എന്നുള്ളൊരു തിരിച്ചറിവ് വൈലോപ്പിള്ളിയിലൂടെയാണ് നമുക്ക് ഉണ്ടാവുന്നതെന്നർത്ഥം. അപ്പോൾ ഈ ആധുനികതയുടെ ഈ നഗരാനുഭവങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഒരു സാർവലൗകികമായ ഒരു മാനം ഉണ്ടെന്ന് ചിലപ്പോഴെങ്കിലും തോന്നും. പ്രത്യേകിച്ച് ആധുനികത മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ തർക്കമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് സൈദ്ധാന്തികർക്കിടയിൽ തന്നെ വലിയ തർക്കം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ആധുനികതയ്ക്ക് അത്തരത്തിലുള്ളൊരു സാർവലൗകിക സ്വഭാവമുണ്ടോ, അതിന് പകരം അതിൻ്റെ ഒരു എന്താണ്, അത് ഓരോ നാട്ടിലും ഓരോ തരത്തിൽ അല്ലേ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ നാട്ടിലും ഓരോ തരത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അതിനൊരു സാർവലൗകിക സ്വഭാവം ഉണ്ട് താനും. ഞാൻ രണ്ടുപേർ തമ്മിലുള്ള തർക്കങ്ങൾ ഓർക്കുകയാണ്. ഒന്ന് ഹേബർമാസാണ്. ഹേബർമാസ് പറയുന്നുണ്ട് മോഡേണിറ്റി എന്നുള്ളൊരു ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റാണ്, ആധുനികത എന്നുള്ളത് ഒരു അപൂർണമായ പ്രോജക്റ്റാണ്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് യൂറോപ്പിലെ ഒരു നഗരത്തിലും ലാറ്റിൻ അമേരിക്കയിലെ ഒരു ഗ്രാമത്തിലും ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലും ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലും ഒരേപോലെയല്ല മോഡേണിറ്റി സംഭവിക്കുന്നത്. അത് പല സമയത്തായിട്ട് സംഭവിക്കുന്നതാണ്, പല തരത്തിലാണ് അത് സംഭവിക്കുന്നത്. അതിനൊന്നൊരു യൂണിഫോമിറ്റി ഇല്ല, അത്തരത്തിലുള്ളൊരു പൊതുവായിട്ടൊരു സ്വഭാവമില്ല. ഈ സ്വഭാവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഒരേ സമയത്ത് ഇത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ മോഡേണിറ്റി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപൂർണമായൊരു പദ്ധതിയായി അവശേഷിക്കുകയാണ് എന്നാണ് ഹേബർമാസ് പറയുന്നത്. പക്ഷേ അന്റോണിയോ നെഗ്രി, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മറ്റൊരു സൈദ്ധാന്തികൻ, അന്റോണിയോ നെഗ്രി ഇതിനോട് ശക്തമായി വിയോജിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഏത് സ്ഥലത്തും ഇപ്പോൾ ഏത് പുതിയ ഒരു ഉപകരണം വന്നാലും, ഏതെങ്കിലും ഒരു പുതിയ യന്ത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയോ എന്ത് വന്നു കഴിഞ്ഞാലും അത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് അധികം താമസമൊന്നും എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പകരം എന്താണ്, ഈ സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ഒരു വ്യാപനം സംഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മോഡേണിറ്റി ഒരു ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റാണ് എന്ന് ഹേബർമാസ് പറയുന്നതിന് അർത്ഥമില്ല എന്ന് ആർട്ട് ആൻഡ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അന്റോണിയോ നെഗ്രി എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് കലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണത്, ആർട്ട് ആൻഡ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ പുസ്തകം. അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി അതിനില്ല, അല്ലെങ്കിൽ മോഡേണിറ്റി ഇങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് അല്ല. പകരം അത് കൃത്യമായിട്ടുള്ള ഒരു ബൃഹദാഖ്യാനം, മോഡേണിറ്റി നമ്മൾ പറയുന്ന ബൃഹദാഖ്യാന സ്വഭാവം അതിന് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ആധുനികതയുടെ ഒരു സാർവകാലിക യുക്തി അത് ഒരു അതിഭൗതിക മാനത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടല്ലാതെ ഒരു ഭൗതികമായ ലോജിക്കിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ സംഗതി ശരിയാണെന്ന് തോന്നാം. അതിഭൗതികമായ ലോജിക്കിൽ ഈ പറഞ്ഞ സാർവലൗകികത, സാർവകാലികത എന്നൊക്കെയുള്ളതൊക്കെ യൂറോസെൻട്രിക് ആണെന്ന്, യൂറോ കേന്ദ്രിതമാണെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ വാസ്തവത്തിൽ അത്തരത്തിലുള്ളൊരു സംഗതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ ആധുനികതയ്ക്ക് അത്തരത്തിലുള്ളൊരു സാർവലൗകിക സ്വഭാവം എന്തായാലുമുണ്ട്. അത് ഓരോ നാട്ടിലും സംഭവിക്കുന്ന ഓരോ തരത്തിലാണെങ്കിൽ പോലും പൊതുവെ മോഡേണിറ്റി അല്ലെങ്കിൽ ആധുനികത എന്ന് പറയാവുന്ന അവസ്ഥ ഏത് നാട്ടിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആധുനികതയുടെ കാലത്ത് തന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള നമ്മുടെ ഈ കാലവും തിരിച്ചറിയാൻ ശേഷിയുള്ള ചില കവികളുണ്ടായിരുന്നു എന്ന് തോന്നും. അതിലൊരാൾ ആറ്റൂരാണ്. ആറ്റൂരിൻ്റെ പിതൃഗമനം എന്ന് പറയുന്ന ആ കവിതയിലെ ചില വരികൾ ഓർക്കുകയാണ്. നട്ടപ്പാതിര നേരത്തേതോ കുഴിമാടത്തിൽ നിന്നും
എണീറ്റു വരാറുണ്ടായാൾ. നട്ടപ്പാതിര നേരത്തേതോ കുഴിമാടത്തിൽ നിന്നും എണീറ്റു വരാറുണ്ടായാൾ. പകലേ നമ്മൾ വെട്ടിയ നീളം മുഴുവനും ഒരു വലിയാൽ പുറകോട്ടാക്കാൻ. പകലേ നമ്മൾ വെട്ടിയ നീളം മുഴുവനും ഒരു വലിയാൽ പുറകോട്ടാക്കാൻ. കുഴിമാടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരികയാണ്. പകൽ സമയത്ത് നമ്മൾ വെട്ടി മുന്നോട്ട് കുതിച്ച് ആ സംഗതി വെട്ടി തെളിച്ച് ഉണ്ടാക്കിയെടുത്ത മുഴുവൻ സംഗതികൾ ഒരൊറ്റ വലി കൊണ്ട് പുറകോട്ടാക്കാൻ പാകത്തിന് ഒരാൾ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു എന്ന് ആറ്റൂർ പറയുന്ന ഒരു കാലം. അത് നമുക്ക് ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ, ഈ ഒരു സന്ദർഭത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം വെച്ചാൽ വളരെ സാധാരണമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു തരത്തിലുള്ള അസംബന്ധങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആൾക്കാരെല്ലാവരും പരിഹസിച്ച് പറയാറുള്ള നവോത്ഥാനത്തിൻ്റെയും അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള മറ്റ് മാറ്റങ്ങളുടെയൊക്കെ സന്തതികളാവും ഞങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പ്രായമുള്ള ആളായിട്ട് വിചാരിക്കേണ്ട, നമ്മളെപ്പോലെ പലരും, മുതിർന്ന ആൾക്കാർ പലരും അത്തരത്തിലുള്ള ഒരു കാലത്ത് നിന്ന് വരുന്നവരാണ്. കാരണം വെച്ചാൽ നമുക്ക് തൊട്ട് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ ഈ പറഞ്ഞ വലിയ മതപരമായ വലിയ കലഹങ്ങളോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള വലിയ കലാപങ്ങളോ ഒന്നും കേരളത്തിലുണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ചെറുപ്പത്തിൽ. കാരണം വെച്ചാൽ ഞാൻ കോട്ടയത്താണ് ജീവിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടായതായിട്ട്. ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴത്തെ ഒരു കാലത്തേക്കുള്ളൊരു മാറ്റം സത്യത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കുഴിമാടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ഒറ്റ വെട്ടുകൊണ്ട് പുറകോട്ട് വലിച്ചതുപോലെയുള്ളൊരു അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം വെച്ചാൽ ചുറ്റുപാട് നടക്കുന്ന മുഴുവൻ അസംബന്ധങ്ങളാണ്. ഈ അസംബന്ധങ്ങൾക്ക് അറിയാലോ, വിട്ടുവിട്ട് നിൽക്കുന്ന ഈ അസംബന്ധങ്ങളെല്ലാം ചേർന്നിട്ട്, അസംബന്ധം എന്ന് പൂർണ്ണമായും നമുക്ക് പറയാവുന്ന സംഭവങ്ങളെല്ലാം ചേർന്ന് ഉറകൂടി ഒരൊറ്റ വലിയ ഭീമാകാരമായ ഒരു അസംബന്ധമായിട്ട് മാറുകയാണ്. അസംബന്ധങ്ങളുടെ മാത്രമല്ല, ഓരോ അസംബന്ധത്തിൻ്റെയും ഓരോ വസ്തുവിൻ്റെയും മൂർച്ച കൂടുകയും ചെയ്യുകയാണ്. ഓരോ വസ്തുവിൻ്റെയും മൂർച്ച കൂടുകയാണ്. തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന സംഗതികളെല്ലാം ഉറകൂടി, അല്ലെങ്കിൽ ഏറ്റവും ഉപരിപ്ലവമായ സംഗതികളെല്ലാം, ഏറ്റവും അസംബന്ധം തോന്നുന്ന സംഗതികളെല്ലാം ഉറകൂടി ഒരൊറ്റ വലിയ ഒരു പിണ്ഡമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്ന പോലൊരു തോന്നലാണ് ഈ കാലത്ത്. ഒരു ഭീമാകാരമായ ഒരു വൈകൃതം അതിങ്ങനെ വന്ന് എല്ലാത്തിനെയും മൂടുന്നതായിട്ടൊരവസ്ഥ നമുക്ക് ഈ ഒരു കാലത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ഞാനിപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രസംഗം അല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ രാഷ്ട്രീയമായ അവസ്ഥ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇന്ത്യ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണെന്ന് തോന്നുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ഉണർന്നു കഴിയുമ്പോഴേക്കും താൻ ഈ ഒരു നാട്ടിലെ പൗരനാണോ എന്നൊരാൾക്ക് സംശയിക്കേണ്ടി വരിക എന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഇന്ത്യ അനുഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒരു പുതിയ പ്രശ്നം, താൻ ഈ നാട്ടിലെ പൗരനാണോ അത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നൊരു സംഗതി എത്രത്തോളം ഷോക്കിംഗ് ആണെന്നുള്ളത് നമുക്കിത് ആലോചിക്കാതെ തന്നെ, അല്ലെങ്കിൽ വലിയ അതിവൈകാരികത ഒന്നും ഇല്ലാതെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് തോന്നുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരവസ്ഥ, ഓരോ നിസ്സാര കാര്യത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാനിത് ഓരോ രാഷ്ട്രീയ സംഭവം എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പറയുമ്പോൾ അത് തന്നെ ഒരു അശ്ലീലമായി മാറുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികളെല്ലാം ഇങ്ങനെ ചുറ്റുപാട് നടക്കുന്ന സമയത്ത് ഈ അസംബന്ധങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു പടലം ഇങ്ങനെ മുമ്പിൽ വന്ന് മൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് അന്റോണിയോ നെഗ്രി തന്നെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ വാചകം. ഈ കാലത്തെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു എക്സ്പ്രഷൻ, ഒരു വാചകം എന്നൊന്നും പറയാനില്ല, ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിൻ്റെതാണെന്ന് തോന്നുന്നത്. ഹൗ സോളിഡ് ദി സൂപ്പർഫിഷ്യാലിറ്റി ഈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൗ സോളിഡ്, എത്രത്തോളം ഉറപ്പേറിയതാണ് ഈ സൂപ്പർഫിഷ്യാലിറ്റി. ഈ സൂപ്പർഫിഷ്യാലിറ്റിക്കാണ് ഉറപ്പ്. ഈ പുറമേയുള്ള ഈ പരപ്പിന് അല്ലേ, ഈ ഇളക്കത്തിന്, സാധാരണ അതിനടിയിലേക്കുള്ള കടലിൻ്റെ ആഴം നമുക്ക് കാണാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ ഉറപ്പേറിയ ഈ ഉപരിതലം കടന്നിട്ട് വേണമല്ലോ അടിയിലേക്ക് പോകണമെങ്കിൽ. അത്രയ്ക്ക് ഉറപ്പാണ്. ഈ ഉപരിപ്ലവതയ്ക്ക് എന്തൊരു ഉറപ്പാണ്. ഈ ഉപരിപ്ലവതയ്ക്കാണ് ഉറപ്പ് കൂടുതൽ. അതിനടിയിലേക്കുള്ള ആഴത്തിലേക്ക് ആരെയും കാണാൻ സമ്മതിക്കാത്ത തരത്തിലുള്ളൊരു ഉപരിപ്ലവത വന്ന് എല്ലാ സംഗതികളുടെയും മുകളിൽ വന്ന് മൂടുകയാണ്. അത്തരത്തിലുള്ളൊരു രൂക്ഷമായ രാഷ്ട്രീയ അവസ്ഥ, അത്തരത്തിലുള്ളൊരു സാംസ്കാരിക അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ നിസ്സഹായരായി പോകുന്ന ഒരു സാംസ്കാരിക അവസ്ഥ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അവസ്ഥ, അതാണ് ഈ പുതിയ സന്ദർഭം എന്ന് പറയേണ്ടി വരുന്നത്.
ഈ പുതിയ സന്ദർഭം അതാണ്. ഈ പുതിയ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കവിത അല്ലെങ്കിൽ അതിൻ്റെ പാഠം എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആമുഖം എന്നുള്ള നിലയ്ക്കാണ്, ആമുഖം എന്നല്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ തുടക്കം മുതലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. അവിടെയും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സിറ്റി ഓഫ് ഗ്ലാസ് എന്ന് പറയുന്ന നോവലുണ്ടാവും. സിറ്റി ഓഫ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. നിങ്ങൾ ന്യൂയോർക്ക് ട്രിലജി എന്ന് പറയുന്ന 3 നോവലുകളുടെ അതിനകത്തൊന്നായിട്ടുള്ള സിറ്റി ഓഫ് ഗ്ലാസ് എഴുതിയത് പോൾ ഓസ്റ്ററാണ്. എല്ലാവർക്കും പരിചയമുള്ള ആധുനികാനന്തര നോവലിസ്റ്റുകളിൽ വളരെ പ്രധാനിയായിട്ടുള്ള പോൾ ഓസ്റ്റർ 4321 പോലെയുള്ള നോവലുകൾ എഴുതിയ, ട്രാവൽസ് ഇൻ ദ സ്ക്രിപ്റ്റോറിയം പോലുള്ള നോവലുകൾ എഴുതിയ വളരെ പ്രസിദ്ധനായിട്ടുള്ള പോൾ ഓസ്റ്റർ. പോൾ ഓസ്റ്ററുടെ ഈ സിറ്റി ഓഫ് ഗ്ലാസിനകത്തൊരു കഥാപാത്രമുണ്ട്. ഈ തകർന്നു പോയ വസ്തുക്കളെല്ലാം അയാൾ സമാഹരിക്കുകയാണ്. ഒടിഞ്ഞു പോയത്, അറ്റം നഷ്ടപ്പെട്ടത്, പൊളിഞ്ഞു കിടക്കുന്നത്, അങ്ങനെയായിട്ടുള്ള വസ്തുക്കൾ അയാൾ സമാഹരിക്കുകയാണ്. അവയ്ക്കെല്ലാം അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിളക്കിനെ വിളക്ക് എന്ന് വിളിക്കണമെങ്കിൽ അത് കൊളുത്തി വച്ചിരിക്കണം. അതിൻ്റെ കൊളുത്താനുള്ള ഭാഗം ഒടിഞ്ഞു പോയ, അല്ലെങ്കിൽ എണ്ണയില്ലാതെ കത്തുന്ന, വിളക്ക് കൊളുത്താനുള്ള ഭാഗമില്ലാത്തൊരു വിളക്ക് ഒന്ന് സങ്കല്പിക്കുക. ആ വസ്തുവിന് നമ്മൾ എന്ത് പേരിടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് പേരിടാനാണ് ഈ മനുഷ്യൻ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് പേരിടുക എന്നുള്ളതാണ് അദ്ദേഹം സ്വന്തം ജോലിയായിട്ട് വിചാരിച്ചിരിക്കുന്നത്. തകർന്നു പോയ വസ്തുക്കൾക്ക്, പൊളിഞ്ഞു പോയ വസ്തുക്കൾക്ക്, ഒടിഞ്ഞു പോയ വസ്തുക്കൾക്കൊക്കെ പേരിടുക, പേരിട്ട് വിളിക്കുക. അത്തരത്തിലുള്ള പേരുകൾ, അവയ്ക്കൊന്നും യഥാർത്ഥ പേരില്ല. അവയൊക്കെ ആ യഥാർത്ഥ രൂപത്തിലുള്ളപ്പോൾ മാത്രമാണ് അവയ്ക്ക് ആ പേരുകൾ ഇണങ്ങുക. ഈ തകർന്നു പോയ അവസ്ഥയിൽ അവയ്ക്ക് ആ പേര് വിളിക്കാനാവില്ല. മറ്റേ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സ്ഫടികപാത്രം, അത് താഴെ വീണ് പൊട്ടിച്ചെതറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല, പാത്രം എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെന്ത് വിളിക്കും? ആ ഓരോ ചീളിനെയും എന്ത് വിളിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തകർന്നു പോയ വസ്തുക്കൾക്കൊക്കെ പേരിടുക എന്നുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ഒരാളാണ് ഈ പോൾ ഓസ്റ്ററുടെ നോവലിലെ കഥാപാത്രം. ഏകദേശം ഇന്നത്തെ കാലത്തെ ഒരു കവി കർമ്മം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ കർമ്മം അതാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം വെച്ചാൽ ഈ ലോകം ഇങ്ങനെ ആകുമ്പോൾ ആ ലോകത്തെ ഏത് തരത്തിലാണ് കുറേ കൂടി ആഴത്തിൽ സമീപിക്കാനാവുക, അല്ലെങ്കിൽ കുറേ കൂടി അർത്ഥപൂർണമായിട്ട് അതിനെ സമീപിക്കാനാവുക, ചുറ്റുപാട് മുഴുവൻ അസംബന്ധം നിറയുമ്പോൾ ഈ എഴുത്തും അത്തരത്തിലുള്ളൊരു അസംബന്ധമായി മാറണമോ, അല്ലെങ്കിൽ എഴുത്തും അത്തരത്തിലുള്ള അസംബന്ധമായി മാറുകയാണോ ചെയ്യുന്നത്, അങ്ങനെയാണോ വേണ്ടത് എന്നിങ്ങനെ തരത്തിലുള്ള ചില ഉത്കണ്ഠകൾ ഈ കാലത്തെ എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ മുറിനാവ് എന്നൊരു നോവലിന് തലക്കെട്ടിടുന്ന സമയത്ത് ആലോചിച്ച അതാണ്. ചില മുഴുനാവുകൾ ഇങ്ങനെ അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ചരിത്രം, ഇതാണ് ഇന്ത്യയുടെ സംസ്കാരം, ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ഉപരിപ്ലവമായ കുറേ സംഗതികൾ വെച്ചിട്ട് ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരം, ഇതാണ് ഇന്ത്യയുടെ പ്രാചീനമായ മതം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ചില അതിരുകൾ നിർണ്ണയിച്ചുകൊണ്ട് അത് തന്നെയാണെന്ന് ഉറക്കെ പലതവണ പറഞ്ഞ് ആവർത്തിച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവ്യക്തമായി പോയ, മുറിഞ്ഞുപോയ ചില നാവുകളുടെ ശബ്ദങ്ങൾ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ നാവുകളുടെ ഉച്ചാരണങ്ങൾക്ക്, അവ്യക്തമായ അവയുടെ ഉച്ചാരണങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് ഞാൻ വെറുതെ പെട്ടെന്ന് ചേർത്ത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഞാൻ നോവലിലേക്ക് കടക്കാനായിട്ടല്ല, എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ആ നോവലിന് പേരിടുന്നതെന്നുള്ളൊരു സംഗതി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ മുറിഞ്ഞു പോകുന്ന, അവ്യക്തമായി പോകുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വലിയ അത്തരത്തിലുള്ളൊരു സംഗതികളുടെ സമൃദ്ധിയുണ്ട്, അത്തരത്തിലുള്ള വലിയൊരു സമൃദ്ധിയുണ്ട്. ആ സമൃദ്ധിക്കകത്ത് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ ചെറിയ ഒരു സംഗതിയെ അതാണ് പ്രധാനം എന്നിങ്ങനെ സ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പറയുന്ന ചില മുഴുനാവുകളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളതിനെ മെയിൻ സ്ട്രീമിൽ പ്രതിഷ്ഠിക്കുകയും ബാക്കി എല്ലാത്തിനെയും അരികിലേക്ക് തള്ളി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്ക് ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സമകാലിക ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിക്കുന്നതെന്ന് തോന്നുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴേക്കും ഈ കാലത്തെ അടയാളപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഒരു ദുർബലമായ സങ്കേതങ്ങൾ മതിയോ എന്നുള്ളൊരു, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ലോകം ചെതറിപ്പോയ വസ്തുക്കളുടേതാണെങ്കിൽ ഈ ചെതറിപ്പോയ വസ്തുക്കൾ ആവിഷ്കരിക്കാൻ ചെതറിപ്പോയൊരു ഭാഷ മാത്രമേ നമുക്കുള്ളൂ, ചെതറിപ്പോയ ഒരു ചെതറിപ്പോയ ചില ആവിഷ്കാര തന്ത്രങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്നിങ്ങനെ ആലോചിക്കേണ്ട ഒരവസ്ഥ
ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ എഴുത്തുമായിട്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് ഒരു വിമർശനം കൂടി പറയാതെ ഇത് മുഴുവനാവുമെന്ന് തോന്നുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കായിട്ട് നമ്മൾ സാധാരണ ആശ്രയിക്കുന്നത് കഥയെയും കവിതയും ഒക്കെ ആണെങ്കിൽ, ഈ കഥ കവിത തുടങ്ങിയിട്ടുള്ള സമ്മർഗങ്ങളിൽ അത് ആവിഷ്കരിക്കുന്നത് ഇന്നത്തെ കാലത്താവുമ്പോഴേക്കും അതിന് ചില സാമാന്യമായ നിയമങ്ങൾ അല്ലെങ്കിൽ ചില സാമാന്യമായ യുക്തികൾ അതിന് മുകളിലിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് തോന്നും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ആധുനികാനന്തര സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത്, ഉത്തരാധുനിക സംസ്കാരം. ഈ ഉത്തരാധുനിക സംസ്കാരം എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അതെങ്ങനെ വരുന്നു. മോഡേണിറ്റിയെ തുടർന്നിട്ട് അതിൻ്റെ ഒരു തുടർച്ചയെന്നോ വിച്ഛേദമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഇതിൻ്റെ 2 തരത്തിലുള്ള ഘടകങ്ങൾ ചേരുന്നതാണ് ആധുനികാനന്തരത എന്ന് നമുക്കറിയാം. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു വിർച്വൽ ലോകത്തിൻ്റെ സാന്നിധ്യം, ഒരു വിർച്വൽ ലോകത്തിൻ്റെ, റിയൽ അല്ലാത്ത ഒരു വിർച്വൽ ലോകത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ മൂർത്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ജാക്ക് ദെറിഡയുടെ ഭാഷയെ പറഞ്ഞാൽ ആക്ട് വിർച്വാലിറ്റി എന്നും ആർട്ടിഫാക്ച്വാലിറ്റി എന്നും ഉള്ള 2 വാക്കുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാവുന്നൊരവസ്ഥ. ആക്ച്വാലിറ്റി പ്ലസ് വിർച്വാലിറ്റി, ആർട്ടിഫിഷ്യാലിറ്റി പ്ലസ് ഫാക്ച്വാലിറ്റി, ഇങ്ങനെയുള്ള 2 അവസ്ഥകൾ, അല്ലെങ്കിൽ മിഥ്യയെന്ന് യാഥാർത്ഥ്യമെന്നും തിരിച്ചറിയാൻ പറ്റാത്ത, കൃത്രിമമെന്നോ സ്വാഭാവികമെന്നോ പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റാത്ത, ഇവയെല്ലാം ഇടകലർന്നു പോകുന്ന ഒരു ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ പുതിയ ഒരു സാഹിത്യത്തെക്കുറിച്ച്, പുതിയ കാലത്തെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇത്തരത്തിലുള്ളൊരു സാമൂഹിക പരിസരത്തെക്കുറിച്ച് നമ്മുടെ കവികൾ തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് തന്നെ 90കളിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പി രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലം എന്ന് പറയുന്ന കവിതയിൽ വളരെ പ്രധാനപ്പെട്ടൊരു വരിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ നാം ഇപ്പോൾ പുറത്തേക്കെറിഞ്ഞൊരു മധുരക്കൂടിനൊപ്പം പൊള്ളയാണത്രേ നമ്മൾ എന്ന് പറയുന്നൊരു വരിയുണ്ട്. മധുരക്കൂടിനൊപ്പം പൊള്ളയാണത്രേ നമ്മൾ തന്നെ പൊള്ളയായി ഒരവസ്ഥ. എനിക്ക് തോന്നുന്നത് അതിന് ശേഷം വരുന്ന വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക എന്നുള്ള വരികളേക്കാൾ പ്രധാനം ഇതാണെന്ന് തോന്നുകയാണ്. മറ്റൊരു കൺസ്യൂമർ സംസ്കാരത്തിൻ്റെ ഒരു സംഗതി എന്ന് പറയാമെങ്കിൽ ഇത് അങ്ങനെയല്ല, അതിനേക്കാൾ ഭീകരമായൊരവസ്ഥയാണ്. ഈ നാം ഇപ്പോൾ പുറത്തേക്കെറിഞ്ഞൊരു മധുരക്കൂടിനൊപ്പം പൊള്ളയാണത്രേ നമ്മൾ എന്ന് രാമേന്ദ്രൻ അടയാളപ്പെടുത്തുന്ന അന്ന് തന്നെ 90കളുടെ തുടക്കത്തിൽ തന്നെ രാമേന്ദ്രൻ അത് ചെയ്യുന്നുണ്ട്. രാമൻ ഈ അനുഭവങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു മഴയും ഞാൻ നേരെ നനഞ്ഞില്ല എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അനുഭവങ്ങൾ നേരിട്ട് നനയുന്നില്ല, അറിയുന്നു അനുഭവിക്കുന്നതൊക്കെ അവയുടെ ഊത്താൽ മാത്രമാണ്. ഒരനുഭവം നേരിട്ട് ഒരു മഴയും നേരെ നനയുന്നില്ല, പകരം മഴയുടെ ഊത്താൽ മാത്രമാണ് അനുഭവിക്കുന്നതെന്ന് രാമൻ പറയുന്നതും ഈ ആധുനികാനന്തര കാലഘട്ടത്തിൻ്റെ ഒരു ജീവിതം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ടി പി രാജീവൻ പറയുമ്പോഴേക്കും ഭാഷയുടെ അരാജകവും വിജനവുമായ തെരുവിലൂടെ പട്ടാളം ഫ്ലാഗ് മാർച്ച് നടത്തി എന്നിങ്ങനെ ഒരു മൗനത്തിൻ്റെ, സമ്പൂർണ്ണമായൊരു മൗനത്തിൻ്റെ അവസ്ഥയായിട്ട് തിരിച്ചറിഞ്ഞതും ഈ ഒരു കാലഘട്ടത്തെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരത്തിൽ മലയാളത്തിലെ കവികൾ തീർച്ചയായും അത്തരത്തിലുള്ളൊരവസ്ഥയെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതില്ലാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഉത്തരാധുനികത എന്ന ആ സാഹിത്യ പ്രസ്ഥാനമല്ല, ഒരു സാമൂഹികാവസ്ഥയും അതിനോടുള്ള, നേരത്തെ ആധുനികതയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് മോഡേണിറ്റി, അതിനോടുള്ള ചില സൈദ്ധാന്തിക സങ്കല്പനങ്ങളിൽ ഊന്നിയ പ്രതികരണമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് നമ്മൾ പറയുക. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് തന്നെ ഒരു സ്കൂളല്ല, നിരവധി സ്കൂളുകളുണ്ടെന്ന് നമുക്കറിയാം. പരസ്പരം വിയോജിക്കുന്ന പല സ്കൂളുകൾ അടങ്ങിയതാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും പോസ്റ്റ് മോഡേണിസം പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത്, നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന ചില സംഗതികൾ, പ്രത്യേകിച്ച് ഈ ബൃഹദാഖ്യാനത്തോടുള്ള അവിശ്വാസം എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളൊരു സംഗതിയാണല്ലോ. ഈ നമുക്കറിയാം, ലിയോത്താറിനെ പോലെയുള്ള ഒരു പ്രസിദ്ധനായ സൈദ്ധാന്തികൻ, യോത്ത എന്നാണ് പറയേണ്ടത്, ഷാങ് ഫ്രാങ്സ്വാ യോത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കേണ്ടത്. പക്ഷേ നമ്മൾ യോത്ത എന്നുള്ളതിന് പകരം ലിയോത്താർ എന്നാണ് പറയാറുള്ളത്. തൽക്കാലം ആ പേര് തന്നെ അങ്ങനെ തന്നെ പറയാം. ഞാൻ പറഞ്ഞത് ഈ ഷാങ് ഫ്രാങ്സ്വാ ലിയോത്ത അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട വാദമുണ്ടല്ലോ, സിംപ്ലിഫൈയിങ് ടു ദ എക്സ്ട്രീം പോസ്റ്റ് മോഡേണിസം ഈസ് ദ ഇൻക്രെഡിലിറ്റി ടുവാർഡ് മെറ്റാനറേറ്റീവ് എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ വാചകം. ബൃഹദാഖ്യാനങ്ങളോടുള്ള അവിശ്വാസമാണ് ആധുനികാനന്തരത അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം, ആധുനികാനന്തരതാവാദം എന്ന് പറയുന്നൊരു വാചകമുണ്ടല്ലോ. ഈ ബൃഹദാഖ്യാനത്തോടുള്ള, എന്താണ് ഈ ബൃഹദാഖ്യാനം എന്ന് വെച്ചാൽ? ബൃഹദാഖ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിലാസിനിയുടെ അവകാശികൾ പോലെയുള്ള നോവലുകളെയല്ല ഉദ്ദേശിക്കുന്നത്, വലിയ ആഖ്യാനങ്ങൾ. ചില ആൾക്കാർക്ക് ആ രീതിയിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ വലിപ്പമുള്ള ആഖ്യാനങ്ങൾ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിന് പകരം എന്താ വെച്ചാൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ, പരസ്പര ബന്ധമില്ലാത്ത അല്ലെങ്കിൽ
ഇപ്പോൾ 1846 ഒരു സംഭവം ഫ്രാൻസിൽ നടക്കുന്നു, 1892 ഒരു സംഗതി ബോംബെയിൽ നടക്കുന്നു, 1912 ഒരു കാര്യം റഷ്യയിൽ നടക്കുന്നു, 1927 ഒരു കാര്യം അമേരിക്കയിൽ ന്യൂയോർക്കിൽ നടക്കുന്നു. ഈ സംഗതികളെല്ലാം പരസ്പരം കണക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടൊരു വലിയ ബൃഹദാഖ്യാനമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അത് ആധുനികതയുടെ ഒരു സ്വഭാവമായിട്ടാണ് ലിയോത്താർ തിരിച്ചറിയുന്നത്. ആധുനികതയുടെ ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഖ്യാനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു വലിയ ബൃഹദാഖ്യാനമാക്കി മാറ്റുക. അങ്ങനെ ഉണ്ടാക്കിയ ബൃഹദാഖ്യാനമാണ് വർഗസമരം എന്ന് പറയുന്നൊരു സംഗതി അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച്. ഇപ്പോൾ തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്നുണ്ടാക്കിയിട്ടുള്ള ആ വർഗങ്ങളിൽ ഒരു വിപ്ലവം എന്ന് പറയുന്ന മറ്റൊരു ബൃഹദാഖ്യാനമാണ്. ഈ രീതിയിലുള്ള ബൃഹദാഖ്യാനങ്ങളുള്ള അവിശ്വാസം ആണ് ആധുനികാനന്തരത എന്ന ഒരു നിർവചനത്തിനാണ് കൂടുതൽ ഒരു പ്രചാരം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ആവിഷ്കാര രൂപങ്ങളായിട്ട് ഫ്രെഡറിക് ജെയിംസിനെ പോലുള്ള ആൾക്കാർ തിരിച്ചറിയുന്നത് പാരഡി, പാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള സങ്കേതങ്ങളാണ്. ഒറിജിനാലിറ്റി എന്നൊരു സംഗതി ഇല്ലാണ്ടായി, ഈ മൗലികത എന്നൊരു സംഗതി ഇല്ലാണ്ടാകുന്നു. നമുക്കറിയാം ഇടശ്ശേരി വളരെ പണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, പുരപ്പണി എന്ന് പറയുന്ന കവിതയിൽ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഓരോ ഭാഗവും പുതുക്കി വരുമ്പോഴേക്കും, വീടിൻ്റെ ഓരോ ഭാഗവും പുതുക്കി വരുമ്പോഴേക്കും, പൂമുഖം പുതുക്കി വരുമ്പോഴേക്കും വീടിൻ്റെ പിൻഭാഗം പഴയതായി പോവുകയാണ്. അങ്ങനെ എന്നിട്ട് ആ പുരപ്പണി നടന്നു കാണുവാൻ വരുന്നവർ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഇടശ്ശേരി പറയുന്നുണ്ട്. ഇത് കലർപ്പിൻ്റെ കലവറ പോലെയുള്ളൊരു വീടാണ്. കലർപ്പിൻ്റെ കലവറ പോലെയുള്ളൊരു വീടാണ്. ഇതിനെ നിങ്ങൾ കലർപ്പെന്ന് വിളിച്ചോളൂ, പക്ഷേ ഒരിക്കലും പകർപ്പ് എന്ന് വിളിക്കരുത് എന്ന് ഇടശ്ശേരി പറയുന്നുണ്ട്. ഇതിനെ നിങ്ങൾ കലർപ്പെന്ന് വിളിച്ചോളൂ, പക്ഷേ പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്ന് മാത്രം എന്ന് ഇടശ്ശേരി ആ കവിതയിൽ, പുരപ്പണി എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കലർപ്പും പകർപ്പും ഇത് രണ്ടും തന്നെയാണ് ഈ പറഞ്ഞ പാസ്റ്റിഷും പാരഡി. ഒന്ന് മൗലികമായിട്ടുള്ള എഴുത്തുകളൊന്നും ഇല്ലാതെ ആകുമ്പോഴേക്കും തൊട്ട് മുൻപ് കേട്ടുള്ള പല ശബ്ദങ്ങളുടെ ഒരു സംയോജിത രൂപം മാത്രമായിട്ട് എടുത്തു മാറുകയാണ് പാസ്റ്റിഷ് എന്നുള്ള രീതിയിൽ. ഒരു തരത്തിലുള്ള ഹാസ്യമില്ലാത്ത പാരഡി തന്നെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഗതിയായിട്ട് പാസ്റ്റിഷ് ഉണ്ടാകുന്നു. അതേപോലെ അതിൻ്റെ ഒരു ഹാസ്യാത്മകമായ, കുറച്ചുകൂടി ഇൻറ്റൻഷണലായിട്ടുള്ള, കുറച്ചുകൂടെ സ്വദേശീയമായിട്ടുള്ള ഒരു അവതരണമായിട്ട് പാരഡിയും വരുന്നു. അപ്പോൾ ഇത് പാരഡിയും പാസ്റ്റിഷും മാത്രമാണ് ഇനി സാധ്യമാകുന്നത്. മൗലികത എന്നൊരു സംഗതി ഇനി സാധ്യമല്ല എന്നിങ്ങനെ ഫ്രെഡറിക് ജെയിംസൺ പറയുന്നു. അതിന് മുൻപ് തന്നെ സാഹിത്യത, ലിറ്റററിനെസ് എന്നൊരു സംഗതിയെ റൊളാങ് ബാർത്ത് ചോദ്യം ചെയ്യുന്നു. ലിറ്റററിനെസ് അല്ലെങ്കിൽ സാഹിത്യത, സാഹിത്യപരത, മറ്റെഴുത്തുകളിൽ നിന്ന് സാഹിത്യത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ, അങ്ങനെയൊരു സംഗതിയുടെ ആവശ്യമില്ല. മറ്റെഴുത്തിൽ നിന്ന് ഒട്ടും ഒരു കൂടിയ സർഗാത്മകതയുടെ ഒരു തലം സാഹിത്യത്തിന് കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഈ പറഞ്ഞ റൊളാങ് ബാർത്ത് പറയുന്നു. എഴുത്തുകാരൻ്റെ മരണം, നിങ്ങളെല്ലാവരും രചയിതാവിൻ്റെ മരണം, ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് പറയുന്ന സംഗതി അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയുള്ള സംഗതികളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പുതിയ ഒരു സൈദ്ധാന്തിക അന്തരീക്ഷമുണ്ടല്ലോ, അത് ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പുറകിലുണ്ട്. ഒരു ആധുനികാനന്തര ആധുനികാനന്തര അവസ്ഥയെ നിർണ്ണയിക്കുന്ന സംവേദനശീലങ്ങളുടെ പിറകിൽ ഇത്തരത്തിലുള്ളൊരു സംഗതി കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇവയുടെ ഒരു സൈദ്ധാന്തിക പരിസരമുണ്ട്. ഈ സൈദ്ധാന്തിക പരിസരത്തിൻ്റെ ഫലമായ രൂപം കൊണ്ടാണ് മൗലികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പാരഡി, പാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള സംഗതികൾ മാത്രമാണ് ഇനിയുള്ള കാലത്ത് സാധ്യമാകുക എന്നുള്ളൊരു തരത്തിലുള്ള നിഗമനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഗതികളെ എല്ലാത്തിനെയും സംശയത്തോടു കൂടി കാണേണ്ട ഒരു കാലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ മാത്രമായിട്ട് എൻ്റെ തന്നെ തോന്നൽ രീതിയിലല്ല ഞാൻ ഇത് പറയുന്നത്. പകരം മറ്റു നാടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ആലോചനകളെയും കൂടി മുൻനിർത്തിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആധുനികാനന്തരത സ്വയം പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ദുർബലമായൊരു സംഗതിയായിട്ടാണ്. ഒന്ന്, ഈ ബൃഹദാഖ്യാനങ്ങളോടുള്ള അവിശ്വാസം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ ഒരു ചലനം പോലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത വിധം അത് സമൂഹത്തിനെ ചെതറിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ആഖ്യാനങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. ഇപ്പം ഏത് സംഗതിയുടെയും സൂക്ഷ്മമായ വ്യത്യസ്തത എടുത്ത് കാണിക്കുന്നതോടുകൂടി, ആ വ്യത്യസ്തതയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതോടുകൂടി ഒരു ഏകത്വം എന്നൊരു സംഗതി ഇല്ലാണ്ടാവുകയാണ്. ഏകത്വം അസാധ്യമായി തീരുകയാണ്. വലിയ പ്രതിരോധങ്ങൾ എല്ലാം ദുർബലമായി പോവുകയാണ്. ഈ വലിയ പ്രതിരോധങ്ങളെല്ലാം ദുർബലമാകാനായിട്ടുള്ള മനഃപൂർവ്വം രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം രൂപപ്പെടുത്തിയ ഒരു സങ്കല്പനമാണ് ഈ ബൃഹദാഖ്യാനത്തോടുള്ള അവിശ്വാസം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പോലും അടുത്ത കാലത്തായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലേ? വലിയ വലിയ പ്രതിഷേധങ്ങൾ, വലിയ വലിയ പ്രതിരോധങ്ങൾ അസാധ്യമാക്കുകയാണ്. കാരണം വെച്ചാൽ ഓരോ സംഗതിയുടെയും, ഇപ്പം ഞാനും നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കാൻ ഇറങ്ങുന്നു,
അല്ലെങ്കിൽ ഒരു കാര്യത്തോട് പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നു. അപ്പോൾ എൻ്റെ ജനന സാഹചര്യം, ജീവിച്ച സാഹചര്യം, ഞാൻ ജനിച്ച ജാതി, മതം, ഭാഷ, വംശം, ലിംഗം എല്ലാം ചേർത്തിട്ട് എന്താണ് അങ്ങനെ ഓരോ വ്യത്യസ്തതകളെയും പരിഗണിച്ച് കഴിയുമ്പോഴേക്കും ആ വ്യത്യസ്തതയ്ക്കാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നാകുമ്പോഴേക്കും ഒരുമിച്ച് ചേർന്നുള്ളൊരു റെസ്പോൺസിന് തന്നെ പ്രസക്തിയില്ലാതായി പോവുകയാണ്. ഒരുമിച്ച് ചേർന്നുള്ള എല്ലാ റെസ്പോൺസും ബൃഹദാഖ്യാനമാണല്ലോ. നേരത്തെ പറഞ്ഞ വർഗസമരം പോലുള്ള സംഗതികളൊക്കെ ബൃഹദാഖ്യാനങ്ങളാണല്ലോ. അപ്പോൾ ഈ ബൃഹദാഖ്യാനങ്ങളോടുള്ള അവിശ്വാസം എന്നൊരു സംഗതി ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ പ്രതിരോധങ്ങളെപ്പോലും ദുർബലമാക്കി മാറ്റുകയാണ്. അതുതന്നെയല്ലേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമായിട്ട് മാറുക എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ നിലവിൽ വരുന്ന ഭരണകൂടങ്ങളുടെ ഒരവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളെല്ലാം ദുർബലമായി പോയ, പ്രതിഷേധങ്ങളെല്ലാം ദുർബലമായി പോയ, സമചിത്തതയോടെയുള്ള ആലോചനകൾ പോലും ദുർബലമായി പോയ ഒരു ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസംബന്ധങ്ങളും ഒക്കെ കൂടുതലും മേൽക്കൈ നേടുന്നത്. അതിന് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രതിരോധം പോലും അല്ല എന്നൊരു ബോധ്യമാണ് പലപ്പോഴും ഈ ഉത്തരാധുനികത അല്ലെങ്കിൽ ആധുനികാനന്തര സിദ്ധാന്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വച്ചു തരുന്നത്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്കറിയാം, ലിയോത്താറിനെ കൊണ്ട് ഇത് പറയിച്ചത് ഫ്രാൻസിലെ വിദ്യാർത്ഥി കലാപമാണ്. 1967 വിദ്യാർത്ഥി കലാപത്തിൽ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം വിദ്യാർത്ഥി സമരത്തെ ഒറ്റിക്കൊടുത്തു. ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ വിദ്യാർത്ഥികളുടെ 2-3 മാസം നീണ്ടു നിന്ന കലാപത്തെ പൂർണ്ണമായിട്ട് ഒറ്റിക്കൊടുത്തോടുകൂടി അല്ലെങ്കിൽ അവർ പിന്തുണ പിൻവലിക്കുകയാണ്. അങ്ങനെ ആ വിദ്യാർത്ഥി സമരം പരാജയപ്പെടുകയാണ്. ഈ വിദ്യാർത്ഥി സമരം പരാജയപ്പെടുന്നതോടു കൂടിയാണ് ഈ സൈദ്ധാന്തികർ പലരും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആ ചിന്താപദ്ധതിക്ക് അടിസ്ഥാനമായിട്ടുള്ള ചിന്തകൾ സ്വരൂപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരത്തിൽ ഉള്ള ദുർബലമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബൃഹദാഖ്യാനങ്ങളുള്ള അവിശ്വാസം അത് ചേർന്ന് നിന്നിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള 2 പേർ ചേർന്ന് നിന്നിട്ടുള്ള ഏത് പ്രതിരോധത്തെയും കുറേ കൂടി ദുർബലമാക്കി തീർക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പാരഡി പാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള സങ്കേതങ്ങൾ മാത്രമാണ് എഴുത്തിന് സാധ്യമാകുക എന്നുള്ളത്. തീർച്ചയായിട്ടും അറിയാമല്ലോ, നമുക്കൊരു സിദ്ധാന്തം എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്കത് സാഹിത്യത്തിൻ്റെ ഒരു അതിഭൗതികതയെ തകർക്കാനോ അതിനുള്ളൊരു ദിവ്യമായ തരത്തിൽ അതിനെ കാണുന്ന ഒരു അവസ്ഥയെ തകർക്കാനോ ഒക്കെ ഉപയോഗിക്കാമെങ്കിലും അതും ഈ പറഞ്ഞ തരത്തിൽ സാഹിത്യം സ്വയം രണ്ടാം കട ഒന്നായിട്ട് അതിനെ കാണുന്നൊരവസ്ഥയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അതായത് ഈ പാരഡിയും പാസ്റ്റേഴ്സ് പോലുള്ള സംഗതികൾ മാത്രമാണ്, അല്ലെങ്കിൽ എഴുത്ത് രീതികൾ പോലും ദുർബലമായ പ്രതിരോധങ്ങൾ, അതിന് ഭാഗത്തുള്ള ദുർബലമായ എഴുത്തുകൾ മാത്രമൊക്കെ സംഭവിച്ചാൽ മതി എന്നുള്ളൊരു ഒരു 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 ധാരണ എഴുത്തിനെ സംബന്ധിച്ചും അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്, കലയെ സംബന്ധിച്ചും അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാധുനിക കല ഒരിക്കലും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ അത് വിശ്വസിക്കുന്നില്ല. ഏത് സംഗതി എടുത്തു കഴിഞ്ഞാലും ക്രിയേറ്റിവിറ്റിയേക്കാൾ പ്രാധാന്യം മറ്റ് ചില സംഗതികൾക്കാണ്. പലപ്പോഴും ഒരു പ്ലേഫുൾനെസ്സാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഒരുതരം കളിമട്ടിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഈ കളിമട്ടിനുള്ള പ്രാധാന്യം കൊടുക്കലും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു സംഗതിയെ ദുർബലമാക്കാനായിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണോ എന്നൊരു സംശയം അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. പണ്ട് തന്നെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, കവിതയായിട്ട് ബന്ധിപ്പിച്ച ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ 2004-2005 കാലത്താണ് കോമ എന്നൊരു കവിത ഞാൻ എഴുതുന്ന ഒരു ദീർഘമായ കവിത, ഒരു 21 അധ്യായമുള്ള ഒരു ഒറ്റ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിത. അത് ഭാഷാഭൂഷണിയിൽ ഒറ്റ കവിതയായിട്ട് അതിനു മുമ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതെഴുതിയ ഒരു കാലം എന്ന് പറയുമ്പോഴേക്കും അന്ന് ഈ പറഞ്ഞ പോലെയാണ്, ഓരോരുത്തരും ചെറിയ കവിതകൾ മാത്രം എഴുതുന്ന കാലം. അതൊരു പദ്ധതിയായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെട്ടൊരു കാലം കൂടിയാണെന്ന് പറയുക. ഒരു ചെറിയ കവിതകൾ എഴുതുക. അപ്പോൾ അതിനകത്ത് ചില നിരൂപകർ കളിയാക്കുകയൊക്കെ ചെയ്തു, പരിഹസിക്കുകയൊക്കെ ചെയ്തു. സ്കെയിൽ വെച്ചിട്ട് എത്രയടി നീളമാകാം ഒരു കവിതയ്ക്ക് എന്നൊക്കെയുള്ള രീതി പരിഹസിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും അന്ന് പ്രധാന കവികൾ പലരും ഈ ചെറുതായിരിക്കണം കവിതയ്ക്ക് അധികം വരികളുണ്ടാവാൻ പാടില്ല, അധികം വാക്കുകളിൽ ഉപയോഗിക്കാൻ പാടില്ല, നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുള്ള ബാധിക്കുകയല്ല, എല്ലാവരുടെയും കവിതാ സങ്കല്പം ഏകീകരിക്കപ്പെടുന്നൊരു കാലം കൂടിയാണത്. കാച്ചിക്കുറുക്കിയ കവിത, പരമാവധി എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയ കവിത, ഇങ്ങനെയൊരു ഒരവസ്ഥ, അത് അങ്ങനെ ആയിരിക്കണം കവിത എന്നിങ്ങനെ ഒരു പുതുകവിതയുടെ അന്തരീക്ഷത്തിൽ ആ കവികൾ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ കോമ എന്ന് പറയുന്ന ആ ദീർഘകവിത എഴുതുന്നത്. അത് എഴുതുന്നത് ഞാൻ പറഞ്ഞാൽ ആ വലിപ്പത്തിൻ്റെ ഇത് വെച്ചിട്ടല്ല, ആ വലിപ്പത്തെക്കുറിച്ചുള്ള ധാരണകൾ പലതും ഉണ്ടായത് ഇങ്ങനെയാണെന്ന് കൂടിയുള്ളതാണ് തമാശ. ബൃഹദാഖ്യാനങ്ങളുള്ള അവിശ്വാസമാണ്. ബൃഹദാഖ്യാനം എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ വലിയ ചില ആഖ്യാനങ്ങൾ, ഈ പറഞ്ഞ വിലാസിനിയുടെ നോവൽ,
എന്താണ് അവകാശികൾ എന്നുള്ള നോവൽ 4 വോളിയം അങ്ങനെയുള്ളൊരു സംഗതിക്കല്ല ഈ ബൃഹദാഖ്യാനം എന്ന് പറയുക. അങ്ങനെയുള്ള പിന്നെ പോസ്റ്റ് മോഡേൺ നോവലുകൾ ഉണ്ടാവില്ലല്ലോ. നോവലുകൾ എന്തായാലും ശരി കവിതയേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ്. അങ്ങനെ വലിപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാക്കിയ കൺസെപ്റ്റ് അല്ല എന്നുള്ളതെങ്കിലും ഓർക്കേണ്ടതായിരുന്നു എന്ന് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ കുറേ കൂടി അന്ന് ചെയ്യാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കാലത്തെ, വരാൻ പോകുന്ന ഒരു കാലത്തെ, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ എത്രത്തോളം പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം ആ പറ്റുന്നത്ര രീതിയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു രീതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉദ്ദേശ്യമാണ് അത് എഴുതുന്ന സമയത്ത്. ആ കോമ എന്ന് പറയുന്ന കവിത എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കോമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഒരു റിയൽ ലോകത്തിനും വിർച്വൽ ലോകത്തിനും ഇടയ്ക്ക് പെട്ടുപോകുന്ന, അതേസമയത്ത് തന്നെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് പെട്ടുപോകുന്ന, ഇത്തരത്തിലുള്ള ഈ 2 അവസ്ഥകൾക്കിടയ്ക്ക് പെട്ടുപോകുന്ന, പ്രത്യേകിച്ച് ഈ റിയാലിറ്റിക്കും വിർച്വാലിറ്റിക്കും ഇടയ്ക്ക് പെട്ടുപോകുന്ന ഒരവസ്ഥയ്ക്കാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ എന്ന് പറയുമ്പോഴേക്കും അന്ന് ഈ ബ്ലോഗുകൾ പോലും അന്ന് പ്രചാരത്തിൽ വന്നിട്ടില്ല. 2004-2005 കാലമായപ്പോഴേക്കും ബ്ലോഗുകൾക്കോ അല്ലെങ്കിൽ നമ്മളിന്ന് പറയുന്ന ഓർക്കുട്ടോ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള ഒരു സംഗതി അന്നില്ല ഈ കവിത എഴുതുന്ന സമയത്ത്. ആ ഒരു കാലത്ത് ഇങ്ങനെ ഈ രീതിയിൽ പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോണിക് മീഡിയ, ആ ഒരു ഇലക്ട്രോണിക് മാധ്യമം ഇങ്ങനെ വളരെ ഒരു വലിയ സ്ട്രോങ് ആയിട്ട് പ്രസൻസ് ആയിട്ട് നമ്മൾ മുമ്പിലേക്ക് വരുന്നുമുണ്ട്. അത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അയാളുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങളുമൊക്കെയാണ് ശരിക്കും ആ കവിതയിൽ പ്രധാനമായിട്ട് വരുന്നത്. അന്ന് ആ കവിത അന്ന് ഇപ്പം മഹേഷ് മാഷിനെ പോലെ ചിലരുണ്ടാവും, അല്ലാതെ മിക്ക ആൾക്കാർക്കും ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഗതി അന്ന് ഈ 2004-2005 കാലത്ത് അത് ആ രീതിയിലുള്ള പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. അത് കവികൾ തന്നെ പലരും എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ആ കവിത വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ വിർച്വൽ ലോകത്തെക്കുറിച്ചുള്ള അതിനകത്തെ പല ആവിഷ്കാരങ്ങളും, ഹാക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ ഹാക്കിംഗ് ഒക്കെ, അതായത് അതിനകത്തൊരു കഥാപാത്രത്തിൻ്റെ മെയിൽ വേറൊരാൾ ഹാക്ക് ചെയ്യുന്നുണ്ട്, ആ കമ്പ്യൂട്ടർ തന്നെ പിടിച്ചെടുക്കുകയും അങ്ങനെ ഒക്കെ ചിലപ്പോൾ കീലോഗർ വൈറസ് അയച്ച് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളുള്ളതുകൊണ്ട് അതിൻ്റെ അന്തരീക്ഷം അതായതുകൊണ്ട് അന്ന് അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കവി സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ഏതായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലമായപ്പോഴേക്കും ആ പുസ്തകം അങ്ങനെ ആരും വായിക്കുന്നുമില്ലാത്ത അവസ്ഥയായി. കാരണം വെച്ചാൽ ഈ 2004-2005 കാലത്തിന് ശേഷം അത് ഒരു പതിപ്പ് മാത്രമാണ് DC ബുക്സ് പുറത്തിറക്കിയത്. അതിനുശേഷം അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ കവിതകൾ പൂർണ്ണമായിട്ട് ഒരുമിച്ച് സമാഹരിക്കുന്ന സമയത്താണ് ആ കവിത അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്നുള്ള ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നും നമ്മുടെ ഒരു ധാരണ ഇതാണ്, ഈ ചെറു കവിതകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ആഖ്യാനമോ എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ആവിഷ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം. ചെറുതോ വലുതോ ആവാം. ഞാൻ ആലോചിക്കാറ്, ഒരു കവിയും ഏത് കവിയാണ് എഴുതിയതെന്ന് അറിയില്ല, ഒരു മെക്സിക്കൻ പ്രോവേർബ്, ഇപ്പം ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ കറങ്ങി നടക്കുന്ന ഒരു മെക്സിക്കൻ പ്രോവേർബ് എന്നുള്ള രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു വരിയുണ്ട്. എന്തൊരു രൂക്ഷമായ പ്രതികരണമാണെന്ന് ആലോചിക്കുകയായിരുന്നു. They buried us. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. They buried us, but they didn't know we were seeds എന്നാണ്. എന്ത് ഗംഭീരമായ സംഗതിയാണ് അല്ലേ? ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെയും വല്ലാത്തൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒക്കെ ഒരു സൂചനയുള്ള ഒരു സംഗതിയാണ് അല്ലേ? അവർ ഞങ്ങളെ അടക്കം ചെയ്തു, പക്ഷേ അവർക്കറിയില്ലായിരുന്നു ഞങ്ങൾ വിത്തുകളാണെന്ന് അല്ലേ എന്ന് പറയുന്ന സംഗതി. വിത്തുകളെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അവ വീണ്ടും മുളച്ചു വരികയാണല്ലോ ചെയ്യുക അല്ലേ? ഇത് ഒരു മെക്സിക്കൻ പ്രോവേർബ് എന്നുള്ള രീതിയിലാണ് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു കവി എഴുതണമെന്ന് പോലുമില്ല ഇന്നത്തെ കാലത്തൊരു കവിത. ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഒരു എന്താ പറയട്ടെ, എന്തൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സംഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ആ വരികൾ, വരൂ കാണൂ ഈ തെരുവുകളിലെ രക്തം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ആ വരികൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറേ കൂടി എന്താണ് ആവേശകരമായ പോയറ്റിക്കായിട്ടുള്ള വരിയാണ് ഇതെന്ന് തോന്നുകയാണ്. ഏത് കവിയാണെന്ന് പോലും അറിയില്ല അത് എഴുതിയിട്ടുള്ളത്. ഒരു പഴമൊഴിയാണ്, ഒരു മെക്സിക്കൻ പഴമൊഴി എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന ഈ കവിത. പക്ഷെ അപ്പോഴും ഗോപികൃഷ്ണൻ്റെ പ്രസിദ്ധമായ വരി അടുത്ത കാലത്ത്, അയ്യോ എന്ന വാക്കിന് അല്ലേ ഒരിക്കലും ഒരു അപ്പം ചുടാനാവില്ല, പക്ഷേ അപ്പം കരിയുന്നുവെന്ന് അതിന് ലോകത്തെ അറിയിക്കാനാവും എന്ന് പറയുന്നൊരു സംഗതി അല്ലേ? അടുത്ത കാലത്ത്, ഇപ്പോൾ ഈ വളരെ അടുത്ത കാലത്ത് പ്രശസ്തമായി തീർന്ന വരിയാണിത്. അപ്പം അയ്യോ എന്നുള്ള വാക്കിന് ഒരു അപ്പം ചുടാനാവില്ല, പക്ഷേ ആ അപ്പം കരിയുന്നുവെന്ന്, അല്ലെങ്കിൽ ഒരപ്പം കരിയുന്നുവെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാവും എന്ന് തീർച്ചയായിട്ടും അത് ആ എഴുത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. എഴുത്തിലുള്ള, കവിതയിലുള്ള,
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങളിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരാധുനിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ഉത്തരാധുനികതയുടെ ഭാഗമായിട്ടുള്ള ഒരെഴുത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു പ്ലേഫുൾനെസ് അല്ല അതിലുള്ളത്. അതിന് പകരം ഈ പറഞ്ഞ തരത്തിലുള്ളൊരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ്. ഒരു തരത്തിൽ ഒരു വലിയൊരു ശുഭാപ്തി വിശ്വാസം, എഴുത്തിനെക്കുറിച്ചുള്ള വലിയൊരു ശുഭാപ്തി വിശ്വാസം കൂടി അതിലുണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ, ആ രീതിയിലുള്ള നമ്മുടെ കവിത ചെറുതോ വലുതോ എന്നുള്ളതല്ല, സാഹിത്യരൂപം ഏതാണെന്നുള്ളതും പ്രശ്നമല്ല. ഇപ്പോൾ കവിതയാണോ നോവലാണോ, എനിക്ക് സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയായിട്ട് മാറി. കവിതയെ കവിതയായിട്ട് നിലനിർത്തുക, നോവലിനെ നോവലായിട്ട് നിലനിർത്തുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് കവിത വായിച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞു ഇതിനകത്ത് നറേറ്റീവായിട്ടുള്ള എലമെൻസിനാണ് പ്രാധാന്യം, ആഖ്യാനത്തിൻ്റെ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് എൻ്റെ കവിത വായിച്ചിട്ടുള്ളവർ പറഞ്ഞു. നോവൽ വായിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് കവിതയ്ക്കാണ് പ്രാധാന്യം, അല്ലാതെ എന്താണ് ആഖ്യാനത്തിൻ്റെ സംഗതികൾക്കല്ല. സ്വാതിയും എഴുതി കവിതയ്ക്കാണ് അതിൽ പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ കവിതാ നോവൽ തുടങ്ങിയിട്ടുള്ള ആ അത്തരത്തിലുള്ള വേർതിരിവുകൾക്ക് പോലും എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോവൽ കഥ തുടങ്ങിയിട്ടുള്ള വേർതിരിവുകൾ. ടെറി ഈഗിൾട്ടൺ അദ്ദേഹത്തിൻ്റെ ഹൗ ടു റീഡ് എ പ്ലേ എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണ് കവിത എന്നുള്ളതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് വിശദീകരിച്ച് വന്നിട്ട് പറയുകയാണ്. കവിത എന്താണെന്ന് പലതരത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ, ഒരാൾ എഴുതി തീർത്തിട്ട് അയാൾ അതിന് വിളിക്കുന്ന പേരെന്തോ, അയാൾ അതിനെ കവിത എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് കവിത എന്ന് വിളിക്കാം എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് യാതൊരു പൊതു നിയമങ്ങളും നമുക്ക് പറയാനില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ടെറി ഈഗിൾട്ടൻ്റെ ആ ഒരു വാചകം. നേരെ കുറച്ച് ജോർജ് അഗമ്പൻ്റെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. എൻജാംമെൻ്റ് ആണ് കവിതയെ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് പറയുന്ന വേറൊരു സങ്കല്പനവുമുണ്ട്. പോട്ടെ, അത് ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് പറയാനായിട്ടല്ല, സാഹിത്യ രൂപങ്ങൾ തമ്മിലുള്ള വേർതിരിവുകളെക്കുറിച്ച് പറയാനായിട്ടല്ല, പകരം ഏത് തരത്തിലായാലും ഏത് സാഹിത്യ സംവർഗമായാലും അത് പരമാവധി ആഴത്തിൽ പരമാവധി സൂക്ഷ്മമായി ഉപയോഗിക്കാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു മനോഭാവം, അത്തരത്തിലുള്ളൊരു എന്താ പറയുക, അത്തരത്തിലുള്ളൊരു ഇച്ഛാശക്തി ഇന്ന് കവികൾ പ്രകടിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഈ തരത്തിലുള്ള അറിയാലോ, ഈ എഴുത്തിനെ ദുർബലമാക്കുന്ന തരത്തിലുള്ള ആവിഷ്കാര പദ്ധതികൾ, അത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു. എഴുത്തിനെ ദുർബലമാക്കാൻ പാകത്തിനുള്ള പദ്ധതികൾ, ആ എഴുത്തിലുള്ള ആത്മവിശ്വാസത്തെ കൂടുതൽ ഉയർത്താൻ പാകത്തിലുള്ള പദ്ധതികൾക്കാണ്, അത്തരത്തിലുള്ള സംഗതികൾക്കാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ വളരെ നേരത്തെ നമ്മൾ അന്റോണിയോ നെഗ്രിയൊക്കെ പറഞ്ഞ ആ വാചകം കടമെടുത്ത് പറഞ്ഞാൽ വളരെ ഉറപ്പേറിയ ഉപരിതലങ്ങളാണ്, വളരെ ഉറപ്പേറിയ ഉപരിപ്ലവതയാണ് ഈ കാലഘട്ടത്തെ ഭരിക്കുന്നത്. ഇന്ന് സി വി രാമൻപിള്ളയുടെ നോവൽ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് വായിക്കുന്നുണ്ടെന്ന്. മലയാളത്തിലെ അറിയാലോ ആദ്യകാല നോവലിസ്റ്റ്, ഇപ്പം സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ഉദയഘട്ടത്തിൽ മലയാള നോവൽ എന്ന് പറയുന്ന സംഗതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ എന്തൊരു വലിയ ഒരു ഭാവനയുടെ ലോകമാണ് സി വി നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ട് ശരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പിന്നീട് 60കളിലൊക്കെ മാർക്കേസിലും മറ്റുമൊക്കെ കാണുന്ന തരത്തിലുള്ള അനുഭവങ്ങളും അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങളുമാണ് ഈ മനുഷ്യൻ 1890കളിൽ എഴുതി വയ്ക്കുന്നത്, അതിൻ്റെ അതിഗംഭീരമായൊരു ഭാഷയിലൂടെ. എനിക്കറിയാമില്ല സി വിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്ന ആ ഒരു എന്താ പറയേണ്ടത്, അതിനെ എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിയൊരു കലാകാരനായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എഴുത്തിലെ ഒരു കല എന്താണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരാളായിട്ട് ഞാൻ കാണുന്നത് സി വി രാമൻപിള്ള തന്നെയാണ്. പിന്നെ കാണുന്നത് ബഷീറിനെയാണ്, പിന്നെയുള്ള ഒരാൾ ഒ വി വിജയനാണ്, പിന്നെ ഒരാൾ വി കെ എന്നാണ്. അറിയാലോ, എനിക്ക് പറയാനുള്ള വളരെ പെരിഫറലാണ് നമ്മുടെ വായനകൾ പലതും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഇവിടുത്തെ ഈ നിരൂപണം പൂർണ്ണമായിട്ടും ഏകദേശം ഒരു രാഷ്ട്രീയ നിരൂപണം മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൃതി എടുത്താലും ആ കൃതിയിലുള്ള രാഷ്ട്രീയം എന്താണ്, ആ കൃതിയിൽ ഏത് തരത്തിലാണ് ഒരു രാഷ്ട്രീയ അവസ്ഥയെ ആഖ്യാനം ചെയ്തിരിക്കുന്നത്, ഇത് മാത്രമാണ് അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യാംശത്തെക്കുറിച്ച്, അതിൻ്റെ കലാംശത്തെക്കുറിച്ച്, സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ അലുക്കുകൾ മാത്രമുള്ള സംഗതികളൊന്നുമില്ല, പകരം അക്രമകരമായ സൗന്ദര്യമുണ്ട്, ഒരു വയലൻസ് ഉണ്ട്. സൗന്ദര്യത്തിൻ്റെ അകത്ത് തന്നെ ഒരു വയലൻസ് ഉണ്ട്. നമ്മൾ പറയാമല്ലോ, നീഷ തന്നെ പറയുന്ന 2 തരത്തിലുള്ള ബ്യൂട്ടി ഉണ്ടല്ലോ, അപ്പോളോണിയൻ ബ്യൂട്ടി എന്നും അതുപോലെ ഡൈനേഷ്യാക് ബ്യൂട്ടി എന്നും 2 തരത്തിൽ പറയുമല്ലോ. ക്രമത്തിൻ്റെയും ലയത്തിൻ്റെയും അനുപാതത്തിൻ്റെയും സിമട്രിയുടെയും ഒക്കെ ആയിട്ടുള്ള ഈ അപ്പോളോണിയൻ കല, അതിനോട് നേരെ വിയോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർക്കാൻ പാകത്തിന് ലഹരിയുടെയും ഉന്മാദത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഡൈനേഷ്യാക് കല, ഇങ്ങനെ ഇത് തമ്മിലുള്ളൊരു സംഘർഷത്തെക്കുറിച്ച്
നിധിഷ പണ്ട് തന്നെ പറയുന്നതായിട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ സൗന്ദര്യം എന്നുള്ള വാക്കിന് പകരം വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സൗന്ദര്യശാസ്ത്രം എന്ന് പറയുമ്പോഴേക്കും എന്തോ ഈ ബ്യൂട്ടി കോൺടെസ്റ്റിനൊക്കെ പോകുന്ന എന്തോ ഒരു അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. പകരം സൗന്ദര്യശാസ്ത്രത്തിന് കുറച്ച് അല്ലെങ്കിൽ ലാവണ്യശാസ്ത്രം, ഈ വാക്കുകളൊക്കെ വളരെ നേർത്തുപോയ മൃദുലമായി പോയ ചില വാക്കുകളാണ് തോന്നുക. ഞാൻ നേരത്തെ ഒരു ഡൈനേഷ്യാക് ബ്യൂട്ടിയെ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷി അതിനില്ലാന്ന് തോന്നുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമൊന്നുമില്ല. പകരം എഴുത്തിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഗോപികൃഷ്ണൻ്റെ കവിത നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അയ്യോ എന്ന വാക്കുകൊണ്ട് അപ്പം ചുടാൻ പറ്റില്ല എന്നും എന്നാൽ അപ്പം കരിയുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാകും നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ആ പറച്ചിലിൻ്റെ കലയാണ് അതിനെ കവിതയാക്കിയത്. ആ പറച്ചിലിൻ്റെ ആർട്ട് തന്നെയാണ്. ആ പറച്ചിലിൻ്റെ ആർട്ടിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കാറില്ല. ഞാനതാണ് പറഞ്ഞു വന്നത്. സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കാറില്ല. നിരൂപണം എന്ന് പറയുന്ന സംഗതി ഏകദേശം നേരത്തെ വളരെ പെരിഫറലായിട്ട് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആഖ്യാനം മാത്രമായി ചുരുങ്ങിപ്പോവുകയാണ്. കല എന്ന് പറയുന്നൊരു അംശം പരിപൂർണമായിട്ട് അതിനകത്ത് അവഗണിക്കപ്പെട്ടു പോവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കല എന്ന് പറയുന്ന സംഗതി അവഗണിക്കപ്പെടുമ്പോഴേക്കും ഉണ്ടാകുന്ന രചനകൾ ദുർബലമായ രചനകളായി പോകും. അതാണ് പ്രശ്നം. അത് കാലത്തെ അതിജീവിക്കില്ല. കാലത്തെ അതിജീവിക്കുക എന്നുള്ളത് പോലും എന്തോ മോശപ്പെട്ട കൺസെപ്റ്റായിട്ട് ഇപ്പം ആധുനികാനന്തര കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് പോലും വലിയ മോശപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞത് അതെന്തായാലും ശരി, ഒരു കൃതിയുടെ ഒരു എന്തൊക്കെയായാലും ശരി, സമൂഹത്തിൽ നടന്ന ഒരു അനീതിയോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതിയോടുള്ളൊരു പ്രതികരണം, ആ പ്രതികരണം വളരെ ലൗഡായിട്ടുള്ള ദുർബലമായൊരു പ്രതികരണമാണെങ്കിൽ കലയിൽ അതൊരിക്കലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ. അതിന് കലാപരതയും കൂടി ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമായിട്ട് ഒരു സംഗതിക്കും കലയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഒരവസ്ഥ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും കൂടി ആഴത്തിൽ വിചാരിക്കുന്ന തരത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കണം. പക്ഷേ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കാളേറെ പ്രധാനമായിട്ട് ആ മാധ്യമത്തെക്കുറിച്ച്, ഏത് മാധ്യമത്തിലാണ് ഒരാൾ ഒരു കൃതി അല്ലെങ്കിൽ ഒരു സൃഷ്ടി നടത്തുന്നത്, അത്തരത്തിലുള്ള ആ ഒരു മാധ്യമത്തെക്കുറിച്ച്, മാധ്യമം ഉപയോഗിക്കുന്നതിലുള്ള സവിശേഷതകളെക്കുറിച്ച് ഒക്കെയുള്ള ധാരണകൾ നിരൂപണത്തിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എഴുത്തിലായാലും വായനയിലായാലും ഉണ്ടാവേണ്ട ചില കരുതലുകളെക്കുറിച്ചാണ്. നമ്മൾ ഈ ആഴങ്ങളെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യാസം വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തിടയ്ക്ക് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ മറ്റൊക്കെ ഈ റീഡേഴ്സ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഗ്രൂപ്പുകൾ കാണാറുണ്ട്. അതിൽ ഈ മലയാളത്തിലെ ഇപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ത് നോവലാണത്, പരമ ബോറാണ്. ഞാൻ വായിച്ചിട്ട് എനിക്കൊരു 3 പേജ് കൂടുതൽ വായിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഗുരുസാഗരം, അതിൻ്റെ ആദ്യത്തെ വാചകം വായിച്ചപ്പോൾ ഞാനത് മടക്കി വെച്ചു. ഇങ്ങനെയുള്ളൊരു വായനാ സംസ്കാരം മുന്നോട്ട് വരികയും ഇപ്പം നോവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയാനുള്ള മാത്രമുള്ള എന്തോ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. കഥ പറയാൻ മാത്രമുള്ളൊരു സംഗതിയാണ് നോവൽ. ആ കഥ എത്രത്തോളം ആകർഷകമായിട്ട് പറയാം, അല്ലെങ്കിൽ ആ ഒരു ജനപ്രിയ സംസ്കാരത്തിൻ്റെ ജനപ്രിയ നോവലുകളുടെ രീതിയിലേക്ക് നോവലും കവിതയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുറേ കൂടി ആഴത്തിലുള്ള അന്വേഷണങ്ങൾ ഈ കാലത്ത് നിർവഹിക്കണമെന്നും അതിന് യാതൊരു ബ്ലോക്കും പാടില്ല എന്നും, അതായത് കവി നേരത്തെ സ്വരൂപിച്ച് വയ്ക്കുന്ന ചില ധാരണകൾ, ഇന്നത് ചില കാവ്യസങ്കേതങ്ങളാവാം, ചില കാവ്യസങ്കേതങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ കൗതുകം തോന്നാം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ചില കവികൾ രൂപകങ്ങൾ ഉപയോഗിക്കില്ല. രൂപകങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല എന്നാണ് അവരുടെ ഒരു ധാരണ. വേറൊരു കവി പറയുന്നത് രൂപകങ്ങളില്ലാത്തൊരു കവി, രൂപകങ്ങൾ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത കവി കവിയേ അല്ല എന്നാണ് പറയുന്നത്. മേതിൽ പറയുന്ന രൂപകങ്ങൾ എഴുതാനറിയാത്ത കവിയല്ല എന്നാണ് പറയുന്നത്. പുതിയ ചില കവികൾ രൂപകങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറയും. ഭാഷയുടെ കാര്യത്തിൽ ഇന്ന ഭാഷയെ ഉപയോഗിക്കുള്ളൂ, ഇന്ന തരത്തിലുള്ള അലങ്കാരങ്ങളെ ഉപയോഗിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള വാശികൾ ഒരു അത് അവർക്ക് പിന്തുടരാം. പക്ഷേ അങ്ങനെ വേണം മലയാളത്തിലെ പുതുകവിതയോ അല്ലെങ്കിൽ മലയാളത്തിലെ പുതിയ എഴുത്തോ എന്ന് പറയുന്നിടത്താണ് അപകടം. എനിക്ക് അത് ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മലയാള കവിത ഇങ്ങനെ ആയിരിക്കണം, അത് എപ്പോഴും നമുക്ക് തിരിച്ചറിയാവുന്നൊരു കൗശലമുണ്ട്. ഒരാൾ സ്വന്തം കവിതയെക്കുറിച്ചുള്ള സങ്കല്പനം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് ഇണങ്ങുന്നത് അയാളുടെ കവിതയ്ക്ക് മാത്രമായിരിക്കും. ഈ കാലഘട്ടത്തിൻ്റെ കവിത എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സംഗതി നിങ്ങൾ എൻ്റെ കവിതയിലായിരിക്കും അന്വേഷിച്ചാലായിരിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം കിട്ടുക. അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ തരത്തിലല്ല, പകരം ഈ എത്രത്തോളം ആഴത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഈ ഉറപ്പേറിയ ഉപരിതലങ്ങളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഉറപ്പേറിയ ഉപരിപ്ലവതയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആഴങ്ങളെ അന്വേഷിക്കുന്ന തരത്തിലുള്ള നേരെ മറിച്ച്
അത്തരത്തിലുള്ള മുൻവിധികൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള മുൻവിധികളൊന്നുമില്ലാത്ത തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, ആഴത്തിലുള്ള എഴുത്ത് തന്നെ സംഭവിക്കേണ്ടതുണ്ട്. അല്ല ഉപരിപ്ലവമായ ഒരു കാലത്ത് ഉപരിപ്ലവമായ ഒരു എഴുത്ത് എന്നുള്ള ആ ഒരു യുക്തിയിലേക്കല്ല എഴുത്തുകാർ പോകേണ്ടത്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള എഴുത്തുകൾ അവ ആവശ്യപ്പെടുന്ന ഗൗരവത്തോടു കൂടി വായിക്കാനും അവയുടെ ഈ പ്രത്യക്ഷമായി കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള സൗന്ദര്യശാസ്ത്രപരമായ അന്വേഷണങ്ങളും അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ചുള്ള വിശകലനങ്ങളും ചെയ്യാനായിട്ട് കുറേ കൂടി ക്ഷമയോടെ, കുറേ കൂടെ കരുതലോടുകൂടി വായനക്കാർ കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ, അതാണ് ഇനിയുള്ളൊരു കാലത്ത് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവുക എന്നുള്ളതാണ് മലയാളത്തിൽ ഇന്ന് ഏറ്റവും അടിയന്തരമായി സംഭവിക്കേണ്ട കാര്യം എന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുക.